ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ബോയ്സ് ഈ മൂവി കാണുമ്പോഴത്തേക്കും ഒരു മുഖച്ചുളിപ്പോടെ മാത്രമേ ഇത് നമുക്ക് കണ്ടു തീർക്കാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം അതുപോലെയുള്ള സംഭവമാണ് ഈ ഒരു മൂവിയിൽ നടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് നിങ്ങൾ ഈ മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാനും തയ്യാറാണ്. പിന്നെ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ കമൻറ്റ് ബോക്സിലായിട്ട് ഒരുപാട് പേര് ഒബ്സഷൻ സിനിമ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു കാര്യം പറയാം, അതിൻ്റെ നല്ല പ്രിൻ്റ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതുമല്ല അതിപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ നല്ല പ്രിൻ്റ് എപ്പോഴിറങ്ങുന്നു അപ്പോഴും മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇല്ല തിയേറ്റർ പ്രിൻ്റ് വെച്ചിട്ട് വേറെ ആരെങ്കിലും ഈ മൂവി എക്സ്പ്ലെയിൻ ചെയ്തതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് കാണുക. ഞാൻ എന്തായാലും നല്ല പ്രിൻ്റ് വന്നതിന് ശേഷം മാത്രമേ ഈ മൂവി എക്സ്പ്ലെയിൻ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് കമൻറ്റ് ഇടുന്നവരോട് പ്രത്യേകം, ആ മൂവി ഇതുവരെ OTT റിലീസ് ആയിട്ടില്ല. ഞാൻ തിയേറ്ററിൽ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മുടെ അടുത്തുള്ള തിയേറ്ററുകളിലെല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു തിയേറ്ററിലുണ്ട്, അതുകൊണ്ട് തന്നെ പോയി കാണണം. അതുകൊണ്ട് OTT ഇറങ്ങിയതിന് ശേഷം മാത്രം ആ ഒരു മൂവി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതുവരെയും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല മൂവീസ് ഇനി നിങ്ങൾക്ക് കാണാനുണ്ട്. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ നമുക്ക് കണ്ടു തീർത്തിട്ട് പതിയെ ആ ഒരു മൂവിയിലേക്ക് പോവാം. ഇന്ന് എന്തായാലും നിങ്ങൾ ഈ ഒരു മൂവി കണ്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമുക്ക് അധികം താമസിക്കാതെ നേരെ കഥയിലേക്ക് പോവാം. ഈ കഥ തുടങ്ങുന്നത് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഡാമിയൻ്റെ അടുത്ത് നിന്നാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് കണ്ണു തുറന്ന് ഡ്രസ്സെല്ലാം ചെയ്തിട്ട് റെഡിയായിട്ട് വെളിയിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന ഡാമിയൻ, അതുമല്ല അവൻ്റെ ഗേൾഫ്രണ്ട് അല്ല അവനോടൊപ്പം കിടക്കാനായിട്ടൊരു പെണ്ണ്. അതുകൊണ്ട് ആ ഒരു പെണ്ണിനടുത്ത് വന്നിട്ട് അവൾക്ക് ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്, പുതിയ വസ്ത്രമെല്ലാം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡാമിയൻ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ഡാമിയനെ പറ്റി പറയുവാണെങ്കിൽ ഡാമിയൻ ഒരു പരസ്യ കമ്പനിയിലെ എക്സിക്യൂട്ടീവാണ്. നല്ല പണം, നല്ല സൗന്ദര്യം, ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല. 43 വയസ്സുണ്ട്, എന്നാലും അവൻ കല്യാണം കഴിച്ചിട്ടില്ല. പല സ്ത്രീകളായിട്ട് ബന്ധമുണ്ട്. അതുമല്ല സ്ത്രീ വിരോധിയും കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ ആണുങ്ങളാണ് എപ്പോഴും സമൂഹത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്, സ്ത്രീകൾ എപ്പോഴും താഴെയായിരിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണിക്കുമ്പോൾ നമ്മുടെ ഡാമിയൻ മറ്റൊരു കമ്പനിയിലെ വലിയൊരു CEO ഉണ്ട്. അയാളോടൊപ്പം വേറെ ഏതൊരു ബിസിനസ് ഡീലിംഗ് സംസാരിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അയാളാണെങ്കിലോ നമ്മുടെ ഡാമിയനെയും കാട്ടി വലിയ പണക്കാരനാണ്. ഒരു ഐലൻഡിൽ പ്രത്യേകം വലിയൊരു വീടും, അതേപോലെ തന്നെ അതിനകത്തേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് സ്ത്രീകളും. അങ്ങനെ ആ ഒരു കമ്പനിയിലെ CEO ആയിട്ട് ഇവരുടെ കമ്പനിയിലെ CEO സംസാരിക്കുമ്പോഴത്തേക്കാണ് ആ കമ്പനിയിലെ CEO ഉണ്ടല്ലോ അയാൾ ഇപ്പോൾ ഇവരോട് ചോദിക്കുന്നത്, അല്ല നിങ്ങളുടെ കമ്പനിയിലെ കൂടുതലായിട്ടും എല്ലാ പോസ്റ്റിലും ഇരിക്കുന്നത് ആണുങ്ങളാണെന്നല്ലോ കേട്ടത്, ഒരു സ്ത്രീ പോലും ഇല്ലേ നല്ലൊരു സ്ഥാനത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, കാരണം വേറെ ഒന്നല്ല, അയാൾ സ്ത്രീകൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവരുടെ കമ്പനിയിലാണെങ്കിലോ അധിക സ്ത്രീകളും വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടില്ല. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ എന്തായാലും ഇവരുടെ ആ ഒരു ഡീലിംഗ് നഷ്ടപ്പെടണ്ട എന്ന് വിചാരിച്ചിട്ട്, ഉണ്ടല്ലോ ഞങ്ങളുടെ കമ്പനിയിൽ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടൊരു സ്ത്രീ ഇരിപ്പുണ്ട്, അതൊരു നല്ല പൊസിഷനാണെന്ന് പറയുന്നതും, ഓ അങ്ങനെയാണല്ലേ, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും അതിനെപ്പറ്റി സംസാരിക്കാന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ ഈ ഒരു CEOയും നമ്മുടെ ഡാമിയനും തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കാണ് അവൻ ചോദിക്കുന്നത്, അല്ല ഡാമിയൻ നമ്മുടെ കമ്പനിയിൽ അതുപോലെ ആരാ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഡാമിയൻ പറയും, ഇതുവരെ ആ ഒരു പൊസിഷനിലേക്ക് ആരും ഇരുത്തിയിട്ടില്ല, പക്ഷേ ഇനി ഇരുത്താൻ പോവാണ് എന്നുള്ള രീതിയിൽ നല്ലൊരു ഐഡിയ പറയുമ്പോഴത്തേക്ക് ആ ഒരു CEO പറയും, ഓക്കെ ഡാമിയൻ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നീ ഇത്ര വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട്, അടുത്ത വർഷം ഞാൻ എന്തായാലും റിട്ടയർ ആവാൻ പോവാണ്, അപ്പോൾ എൻ്റെ സ്ഥാനത്തേക്ക് നീ വരണമെന്നാണ് എനിക്ക് ആഗ്രഹം. ബോർഡ് ഓഫ് ഡയറക്ടർമാരോടെല്ലാം ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്, അപ്പോൾ നീ അതിന് തയ്യാറാണെന്ന് ചോദിക്കുമ്പോൾ, സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ, നീ ജനിച്ചപ്പോഴേ അതിന് തയ്യാറാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു CEO മുന്നോട്ട് നടന്നു പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഡാമിയൻ പെട്ടെന്ന് തൻ്റെ PO ഉണ്ടല്ലോ, അത് റൂബി എന്ന് പറഞ്ഞൊരു പെണ്ണാണ്, അവളെ വിളിച്ചിട്ട്, ഓക്കെ ഇതുപോലെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് പൊസിഷനിലേക്ക് മാറ്റാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്റ്റാഫ് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റൂബി കുറച്ചു നേരം ഓക്കെ ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അലക്സ് ഫോക്സ് എന്ന് പറഞ്ഞൊരു ലേഡിയുടെ പേര് പറയാണ്. അപ്പോൾ വേറെ ഒന്നും മറുത്ത് പറയത്തില്ല, അടുത്ത ആളുകളുടെ പേര് പറയുന്നതിന് മുന്നേ തന്നെ ഡാമിയൻ ഓക്കെ അലക്സ് ഫിക്സ് ചെയ്തേക്കാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം അവിടെ ഒരു 3 പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്. അവർക്കൊരു ഹായും പറഞ്ഞിട്ടാണ് റൂബിയോട് പറയുന്നത്, ഓക്കെ ഒരു 3 പേരെ കൂടി നമ്മുടെ കമ്പനിയിലേക്ക് ജോലിക്കായിട്ട് വെക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞ്. അതേസമയം ഇവരുടെ കമ്പനിയിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ അലക്സ് ഫോക്സ്, അവളിപ്പോൾ കമ്പനിയിലേക്ക് വരുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന വേറൊരുത്തം വന്നിട്ട്, ഹേ അലക്സ് ഞങ്ങൾ കുറച്ച് നേരം ഹാപ്പി ഹവറിനായിട്ട് പോവാണ്, ഇവിടെ അടുത്തുള്ള ബാറിൽ ബിയറും കാര്യങ്ങളൊക്കെ വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞു, അപ്പോൾ ഇവിടെയുള്ള കുറച്ച് പേരെയും കൂട്ടി ഞങ്ങൾ പോവാണെന്ന് പറയുമ്പോൾ അലക്സ് പറയും, സോറി എനിക്ക് നല്ല പ്രായമായിട്ടുണ്ട്, നിങ്ങളെപ്പോലെ ഇതുപോലെ ബാറിലേക്കൊന്നും വന്നിട്ട് സമയം കളയാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും, അതിന് നിന്നെ വിളിക്കാനല്ല വന്നത്, ഞങ്ങളുടെ വർക്ക് കൂടി നീ ഒന്ന് നോക്കുമെന്ന് ചോദിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നത് ഇപ്പോൾ എന്ത് വലിയ നാണക്കേടാന്ന് നോക്കണം. അങ്ങനെ അലക്സ് അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു PO റൂബി വന്നിട്ട് പറയുന്നത്, ഹേ അലക്സ് ഒരു നല്ല സന്തോഷ വാർത്തയുണ്ട്, നിന്നെ ഇതുപോലെ ക്രിയേറ്റീവ് ഡയറക്ടർ പൊസിഷനിലേക്ക് മാറ്റാൻ പോവാണെന്ന് പറയുന്നതും അലക്സിന് അത് കേട്ടിട്ട് നല്ല സന്തോഷമായി. കാരണം അവൾ 20 വർഷമായിട്ട് ഇവിടെ ജോലിയാണ്, ഇപ്പോഴാണ് അവളെ എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു പൊസിഷനിലേക്ക് അവൾ മാറ്റാൻ പോകുന്നത്. അവൾക്ക് സന്തോഷം താങ്ങാൻ കഴിയുന്നില്ല, കരച്ചിലടക്കാൻ കഴിയുന്നില്ല ആ ഒരു അവസ്ഥയിൽ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അലക്സിന് ഒരിക്കലും അറിയത്തില്ല
ഏതെങ്കിലും ഒരു പെണ്ണിനെ ഈ ഒരു സ്ഥാനത്തേക്ക് ഇരുത്തണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ അലക്സിനെ ഇവർ തിരഞ്ഞെടുത്തത്. അല്ലാതെ അവൾ ഇവിടെ 20 വർഷം ജോലി ചെയ്തെന്നോ അവളുടെ കഴിവെന്താണെന്നോ ഇതൊന്നും നോക്കിയിട്ടല്ല തിരഞ്ഞെടുത്തത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡാമിയൻ തന്റെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് ആ ഒരു പിയോ എന്തോ ഒരു ഗിഫ്റ്റ് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ അമ്മയുടെ ജന്മദിനമാണെന്ന്. അതുപോലെ അറിയാതെയാണ് നമ്മുടെ ഹീറോ അവന്റെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുന്നത്. അങ്ങനെ എന്തായാലും തന്റെ അമ്മയെ പോയി കാണാമെന്ന് പറഞ്ഞ് ആ ഒരു ഗിഫ്റ്റ് എടുത്ത് അവൻ നേരെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഡോർ തുറന്നകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഹാളിൽ തന്നെ ടിവിയും കണ്ടുകൊണ്ട് അവന്റെ അച്ഛനും അതേപോലെ തന്നെ അളിയനും ഇരിപ്പുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് മുതൽ തന്നെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, ഈ ലോകത്ത് കൂടുതലായിട്ടും ഡൊമിനേറ്റ് ചെയ്യുന്നത് പുരുഷന്മാരായിരിക്കും. അതുപോലെ തന്നെയാണ് ഒരു വീട്ടിലും സ്ത്രീകൾ എപ്പോഴും അടുക്കളയും കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുന്നു. അവന്റെ അച്ഛനും അളിയനും TV എല്ലാം കണ്ട് ആഹാരം എല്ലാം കഴിച്ചിട്ട് അങ്ങനെ സോഫയിൽ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഡാമിയൻ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ അവന്റെ സഹോദരി വെളിയിലേക്ക് വന്നിട്ട്, ഹേ ഡാമിയൻ. അതേപോലെ തന്നെ അവിടെ സോറി, അത് അവന്റെ സഹോദരിയല്ല, അവന്റെ ചേട്ടന്റെ ഭാര്യയാണ്. മറ്റേത് അളിയനല്ല, ചേട്ടനാണ്, എനിക്ക് മാറിപ്പോയതാണ്. ഇപ്പൊ അവരുടെ കുട്ടികളുണ്ടല്ലോ, അവർ രണ്ടുപേരും എന്തോ ഡാൻസ് എല്ലാം കളിച്ചിട്ട് കുരുത്തകേടെല്ലാം കാണിച്ച് കളിപ്പാട്ടം എല്ലാം വെച്ച് കളിക്കുന്നു. അങ്ങനെ ഹീറോ നേരെ അകത്തേക്ക് ചെന്നിട്ട് തന്റെ അമ്മയെ കാണുമ്പോൾ അമ്മയും കിച്ചണിൽ നിൽക്കാണ്. തന്റെ മോനെ കാണുമ്പോൾ തന്നെ ആ ഒരു സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് ആ ഒരു ഗിഫ്റ്റ് എല്ലാം കൊടുത്തിട്ട് അവരുടെ കമ്പനിയിലെ അടുത്ത CEO ആയിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യാൻ പോവാണ് എന്നുള്ള കാര്യം അവന്റെ അമ്മയോട് പറയുമ്പോഴത്തേക്ക് അത് കേട്ട് നല്ല സന്തോഷമാവുന്നുണ്ട്. അപ്പോഴേക്കും അവന്റെ സഹോദരൻ അവിടേക്ക് വരുമ്പോഴത്തേക്കാണ് അവന്റെ അമ്മ എന്തോ ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് അവന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനാണ് പറയുന്നത്. പക്ഷെ അവൻ കുറച്ചു നേരം നോക്കി നിന്നിട്ട് പെട്ടെന്ന് അവന്റെ ഭാര്യ ഉണ്ടല്ലോ അവളെ വിളിക്കുകയാണ്, സണ്ണി ഇവിടേക്ക് വാ, അമ്മയ്ക്ക് നിന്റെ സഹായം വേണമെന്ന് പറഞ്ഞിട്ട്. അവിടെയും ഈ അടുക്കള പണി എടുക്കാനായിട്ട് സ്ത്രീകളെ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മുടെ ഹീറോ എപ്പോഴും തന്റെ കാര്യങ്ങളെല്ലാം വന്ന് പറയുന്നത് അമ്മമാരോടാണ്. അച്ഛന്മാരോട് കുറച്ച് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഇട്ടേക്കും. ഇതേ സമയം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവളിപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് തന്റെ മകളോട് താൻ ഇതുപോലെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് മാറാൻ പോവാണ് എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും തന്റെ മകളും അവൾ സപ്പോർട്ട് ചെയ്തിട്ട്, അതെ അമ്മ ഇതിന് ഡിസർവ് ആണ്, 20 വർഷമായിട്ട് ജോലി ചെയ്യല്ലേ, ഇത് അമ്മയ്ക്ക് കിട്ടേണ്ട ഒരു പൊസിഷൻ ആണെന്നല്ല അവളും പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോയിൻ ഒരുങ്ങി റെഡിയായിട്ട് ഓഫീസിലേക്ക് വരികയാണ്. ഇപ്പൊ അതേ സമയം തന്നെ നമ്മുടെ ഡാമിയന് മുകളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഇവര് രണ്ടുപേരും കാണുമ്പോഴത്തേക്കും ഹായ് പറയുന്നു, ഹീറോ തിരിച്ച് ഹായ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു എസ്കലേറ്ററിൽ കയറാൻ നിൽക്കുമ്പോഴത്തേക്കും ഹീറോ പറയും ലേഡീസ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ, ഞാൻ ഇത്രയും നേരമായിട്ട് ഈ ഒരു മൂവിയുടെ പേര് പറഞ്ഞില്ലല്ലോ, അപ്പൊ ഈ ഒരു മൂവിയുടെ പേരാണ് ലേഡീസ് ഫസ്റ്റ്. അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹീറോ ഡാമിയൻ ഉണ്ടല്ലോ അവളെ തന്നെ വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ട്. കാരണം ഡാമിയലിന് ഇതാരാണെന്ന് പോലും പ്രത്യേകം അറിയത്തില്ല. അപ്പോൾ അവൾ പറയും, ഞാൻ അയച്ച ആ ഒരു പ്രസന്റേഷൻ അതെങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ അവൻ അതുപോലും കണ്ടിട്ടില്ല. കാരണം അവൻ എന്താണ് വേണ്ടത്, ഒരു ഫീമെയിൽ ആയിട്ടുള്ള സ്റ്റാഫിനെ നല്ലൊരു പൊസിഷനിൽ ഇരുത്തണം, അതിനാരെ വേണമെങ്കിലും സെലക്ട് ചെയ്താൽ മതി, ആരാണെന്ന് പോലും അവൻ അറിയണ്ട. ഇപ്പോൾ പ്രസന്റേഷൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഡാമിയൽ അവളുടെ ഡ്രസ്സ് നോക്കിയിട്ട് ഓക്കെ നല്ല രസമുണ്ടെന്നെല്ലാം പറയും. അവൻ എന്താണ് വേറെ തെറ്റിദ്ധരിക്കുകയാണ് വേറെ രീതിയിൽ. അതുപോലെ ലിഫ്റ്റിൽ പോകുമ്പോൾ ഓക്കെ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, നിങ്ങൾ ചെറിയൊരു സിഗ്നൽ തന്നാൽ മതി, എന്ത് മാറ്റം വേണമെങ്കിലും ഞാൻ വരുത്താം എന്നെല്ലാം പറയുമ്പോൾ ഇപ്പോൾ ഡാമിയൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ അവൾ ഈ ഒരു കമ്പനിയിൽ പുതുതായിട്ടാണ് ജോലിക്ക് വരുന്നത്, അതുകൊണ്ട് അവൾ ഈ ഒരു കമ്പനിയിലേക്ക് വെൽക്കം ചെയ്യാണ്. സത്യത്തിൽ നമ്മുടെ ഹീറോയിൻ ഇവിടെ ജോലി ചെയ്തിട്ട് തന്നെ ഏകദേശം 20 വർഷമായി. ഇപ്പൊ തന്നെ നമുക്കറിയാലോ സ്ത്രീകളെ ഹീറോ ഏത് രീതിയിലാണ് കാണുന്നതെന്ന്. അങ്ങനെ അകത്തേക്ക് വന്നതും റിസപ്ഷനിലിരിക്കുന്ന ഒരു വയസ്സുള്ള സ്ത്രീയുണ്ട്. അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരെ കളിയാക്കുന്ന രീതിയിൽ ഹേയ് എന്നെ മിസ് ചെയ്തോ, അവരുടെ കണ്ണാടി വാങ്ങി വെച്ചിട്ട് അവരോട് കുറച്ച് സെക്സി ആയിട്ട് സംസാരിക്കുന്നു. അവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അവരും തിരിച്ചതുപോലെല്ലാം സംസാരിച്ച് ഒരു ഭയങ്കര അധികാരം ഉള്ളത് കൊണ്ടാണ് ഇതുപോലെല്ലാം സംസാരിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റാഫുകൾക്ക് അതെല്ലാം കേട്ടല്ലേ പറ്റൂ, അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചേ മതിയാവും. അതുപോലെ ആ ഒരു CEOയും അവിടേക്ക് വന്നിട്ട് അവരും ഈ ഒരു സ്ത്രീയെ കണ്ട് അതുപോലെ സംസാരിച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് അകത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു വയസ്സായുള്ള ഒരു അമ്മൂമ്മയുണ്ട്, നല്ല പൊക്കം കുറഞ്ഞിട്ട്. അവരിപ്പോൾ ഹീറോയുടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും ഡാമിയൽ ഹേയ് ഞാൻ എപ്പോഴും എവിടെ പോയിട്ട് വന്നാലും എൻ്റെ മുന്നിൽ ഇതുപോലെ ഒന്ന് നിൽക്കുമല്ലോ, ഇതെങ്ങനെ സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ അവർ പറയും സോറി സാർ എനിക്ക് തന്നെ അത് അറിയത്തില്ല. ഇത് പറയുമ്പോൾ ഓക്കെ ശരി മാറി നിൽക്ക് എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തി ഹീറോ അകത്തേക്ക് വരുമ്പോഴത്തേക്കും റൂബി വന്നിട്ട് ചോദിക്കും ഓക്കെ അലക്സിനെ പരിചയപ്പെട്ടു എന്ന് തോന്നുന്നു, അല്ല നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് വന്നത് കണ്ടു എന്ന് പറയുമ്പോൾ ഓ അവളാണോ അലക്സ് എന്ന് ചോദിച്ചിട്ട് അവൻ അകത്തേക്ക് പോവാണ്. അതേസമയം തന്നെ അലക്സും അവൻ്റെ ഓഫീസിലേക്ക് കയറിയിട്ട് ഇപ്പം എന്നെ ഈ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ടെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇത്രയും നേരം നമ്മുടെ ഹീറോ അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റായിട്ടാണല്ലോ എടുത്തിരുന്നത്. പക്ഷെ അതൊന്നും അറിയാത്ത രീതിയിൽ ഓക്കെ കൺഗ്രാജുലേഷൻസ്, ഉടനെ തന്നെ ക്രിയേറ്റീവ് മീറ്റിംഗ് നടക്കുന്നുണ്ട്, ആ ടേബിളിലേക്ക് നിങ്ങളും വരണമെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ആ ഒരു ക്രിയേറ്റീവ് മീറ്റിംഗ് ഉണ്ടല്ലോ അതാണിപ്പോൾ നടക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു മീറ്റിങ്ങിൽ എല്ലാവരും ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് അലക്സ് ഫോക്സ് എന്നാണ് ഹീറോയിൻ്റെ യഥാർത്ഥ പേര്, പക്ഷെ അതുപോലും പൂർണ്ണമായിട്ട് അറിയത്തില്ല. അത് കഴിഞ്ഞ് ഇവർ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു പുതിയ പ്രോജക്റ്റ് അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. ഇപ്പോൾ ഈ ലോകത്ത് കൂടുതലായിട്ടും കച്ചവടം ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനെ പറ്റിയാണ്, ലേഡീസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അവർ ഉപയോഗിക്കുന്ന കാര്യങ്ങളും ഇപ്പോൾ ഡ്രസ്സ്, കോസ്റ്റ്യൂംസ്, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഇതൊക്കെയാണല്ലോ കൂടുതലായിട്ട് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ
ലേഡീസിന് ആവശ്യമായിട്ടുള്ള ഒരു പുതിയ കാര്യം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരസ്യം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവരെല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ത്രീകളെല്ലാം ഇരിക്കുന്നത് എവിടെയാണെന്ന് നോക്കണം, കുറച്ച് പുറകിലായിട്ടും ആണുങ്ങളെല്ലാം കുറച്ചുകൂടി മുന്നോട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാനത്തിരുത്തിയെങ്കിലും അവളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇവർ എടുക്കുന്നില്ല. കാരണം അവളിവിടെ ഒന്നും പറയുന്നില്ല. ഇവരാണുങ്ങളായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതുമല്ല, ആ ഒരു പരസ്യത്തിൽ ഇവർ ചെയ്യാൻ പോകുന്ന കാര്യം ഒരു സ്ത്രീയെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സെക്ഷലൈസ് ചെയ്ത് ആ സ്ത്രീയെ പറ്റി പല കാര്യങ്ങളും, ഈ ന്യൂഡായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെയെല്ലാം സംസാരിച്ച് ഭയങ്കര ജോക്കെല്ലാം പറഞ്ഞിട്ടാണ് ഇവർ ആ ഒരു പരസ്യത്തിന്റെ ഒരു ഐഡിയ തന്നെ എങ്ങനെയാണെന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ ഹീറോയിൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ വരുമ്പോഴും അതൊന്നും ഇവർ കാര്യമാക്കി പോലും എടുക്കുന്നില്ല. ഇപ്പൊ അവസാനം ഇവരെല്ലാവരും എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഹീറോയിനോട് ചോദിക്കും, ഓക്കെ ഞങ്ങളുടെ ഐഡിയ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ അത് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലേ പറ്റൂ. അതുകൊണ്ട് ഹീറോയിൻ പറയും, ഓക്കെ നല്ലതായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ടെന്നെല്ലാം പറയും. അങ്ങനെ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇവനെ നമുക്ക് സണ്ണി എന്ന് വിളിക്കാം. ഇപ്പോൾ സണ്ണി വന്നിട്ട്, ഹേയ് ഞാനല്ലേ ആ ഒരു പ്രസന്റേഷനെല്ലാം തയ്യാറാക്കിയത്, പെട്ടെന്നൊരു സ്ത്രീ വന്നതിനിടയിൽ കയറിയത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, നമ്മളിപ്പോൾ അടുത്തായിട്ട് ഡീൽ വെച്ചേക്കുന്ന ആ ഒരു കമ്പനിയിലെ സിഒയ്ക്ക്, അതുപോലെ നമ്മളിത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു സ്ത്രീയുടെ ആശയങ്ങളും ഇതിൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അലക്സിനെ സെലക്ട് ചെയ്തത്. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അവളെ എനിക്ക് സെലക്ട് ചെയ്യേണ്ടി വന്നതെന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വന്നിട്ട് ഈ ഒരു കാര്യം കേൾക്കും. ഓ, അപ്പോൾ ഞാൻ ആ ഒരു സ്ത്രീയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾ എന്നെ ഈ ഒരു പൊസിഷനിലേക്ക് എടുത്തത്, അല്ലാതെ എൻ്റെ കഴിവുകൊണ്ടോ ഈ കമ്പനിയിൽ 20 വർഷം ജോലി ചെയ്തതുകൊണ്ടല്ല. ഞാൻ വിചാരിച്ചത് ഞാൻ ഇത്രയും ഡിസർവ് ആണ് ഈ ഒരു പൊസിഷനിലേക്ക്, അതുകൊണ്ട് എൻ്റെ കഴിവെല്ലാം കണ്ടിട്ടാണ് എന്നെ സെലക്ട് ചെയ്തതെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, ദേ നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടുള്ള പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്, അതൊരു സ്ത്രീയാണെന്ന നിലയിൽ അത് സ്വീകരിച്ചിട്ട് ആ ഒരു ജോലി നല്ലതുപോലെ ചെയ്യാൻ നോക്ക്. ഒരു പുരുഷന്റെ സ്ഥാനത്തേക്ക് ഒരിക്കലും ഒരു സ്ത്രീക്ക് ഇതുപോലെ പെട്ടെന്ന് കയറി വരാൻ കഴിയത്തില്ല എന്നെല്ലാം വീണ്ടും അവൻ എന്തൊക്കെയോ പറയുമ്പോഴത്തേക്ക് ഇത് കേട്ട നമ്മുടെ ഹീറോയിൻ, ഓക്കെ നല്ലൊരു ന്യൂസ് ഞാൻ അങ്ങോട്ട് തരാം, ഞാൻ ഈ ഒരു സ്ഥാനത്ത് നിന്നും അതേപോലെ തന്നെ എൻ്റെ ജോലിയെ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഹീറോ അവളുടെ പിറകെ തന്നെ വരികയാണ്. ഏയ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെല്ലാം പറഞ്ഞിട്ട് അവൾ ഇപ്പോൾ ലിഫ്റ്റിലേക്ക് കയറുമ്പോഴത്തേക്കും ലിഫ്റ്റിൽ കയറുന്നത് വരെയുള്ള ഈ ഒരു ധൈര്യം കാര്യങ്ങളൊക്കെ അകത്ത് കയറിയിട്ട് ഹീറോയിൻ ഇപ്പോൾ വിഷമിക്കുകയാണ്. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഹീറോ അവളെ വെറുതെ വിടത്തില്ല, പിറകെ തന്നെ വരുന്നുണ്ട്. കാരണം അവനിപ്പോൾ ഒരു സ്ത്രീ എന്തായാലും ഈ ഒരു സ്ഥാനത്ത് ഇരുത്തണമല്ലോ, അതുപോലെ അവൾ ഈ ഒരു സ്ഥാനത്ത് ഇരുത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ പെട്ടെന്ന് മാറ്റി പറയാനും കഴിയത്തില്ല. അതുകൊണ്ട് ഹീറോയിൻ്റെ പിറകെ വന്നിട്ട്, ഓക്കെ നിനക്ക് എത്രയും വലിയൊരു ചാൻസാണ് കിട്ടിയതെന്ന് നീ ആലോചിക്കണം, അത് കളഞ്ഞിട്ട് നീ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, എൻ്റെ കയ്യിൽ എന്തുമാത്രം നല്ല നല്ല ഐഡിയാസ് ഉണ്ടായിരുന്നു, അതൊന്നും കേൾക്കാതെ നിങ്ങളായിട്ട് തന്നെ എന്തൊക്കെയോ തീരുമാനിച്ചിട്ട് അതൊരു ബെസ്റ്റാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, പിന്നെ എന്തിനീ ഞാൻ ഈ ഒരു സ്ഥാനത്ത് ഇരിക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ ആ ഒരു കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റോഡിലേക്ക് പോവാണ്. അപ്പോൾ ഹീറോ പിറകെ തന്നെ സംസാരിച്ച് വരുന്നതും ഇപ്പോൾ നല്ല സുന്ദരിയായിട്ടുള്ള വേറൊരു പെണ്ണ് അതിലെ നടന്നു പോകുമ്പോൾ ഹീറോ ആ ഒരു പെണ്ണിനെ നോക്കിയിട്ട് അങ്ങനെ മുന്നോട്ട് നടക്കുന്നതും വലിയൊരു പൈപ്പുണ്ട്, ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ പൈപ്പാണെന്ന് തോന്നുന്നു. അതിലേക്ക് വന്ന് തല കൊണ്ടുവന്നൊരു ഒറ്റ ഇടിച്ച ഇടിയിൽ ഹീറോ പെട്ടെന്ന് താഴേക്ക് വന്ന് വീണ് അവൻ്റെ തലയിടിച്ച് അവൻ്റെ ബോധം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ കണ്ണു തുറക്കുന്നതും ഇപ്പോൾ സാധാരണ ഇതുപോലെ ആക്സിഡന്റ് പറ്റിയിട്ട് ആരെങ്കിലും താഴെ വീഴുമ്പോൾ പെട്ടെന്ന് സഹായിക്കാനായിട്ട് വരുന്ന ആരാണ്? ആണുങ്ങളാണ്. പക്ഷെ ഇതേ സമയം നമ്മുടെ ഹീറോയെ എഴുന്നേൽപ്പിക്കാനായിട്ട് 2 പെണ്ണുങ്ങൾ അവിടേക്ക് വരുന്നു. ഹേ മാൻ, നിങ്ങൾക്ക് ഓക്കെ ആണോ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനൊരു വല്ലാത്ത രീതിയിൽ നോക്കിയിട്ട് ആ കമ്പനിക്കകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കാണ് വെളിയിൽ ഒരാൾ ഇരിപ്പുണ്ട്. അയാളുടെ തലയിൽ 1-2 പ്രാവുകൾ ഇരിപ്പുണ്ട്. അപ്പോഴാണ് അയാൾ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് പുറത്തേക്ക് വരത്തില്ല, ഒരിക്കലും ഇതിൽ നിന്ന് പുറത്തേക്ക് വരത്തില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ട ഹീറോ നേരെ അകത്തേക്ക് കയറിപ്പോവും. അങ്ങനെ ഹീറോ ഒരു വിധത്തിൽ അവന്റെ ഓഫീസിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് അകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് ഹീറോയെ എല്ലാവരും ഒരു വല്ലാത്ത രീതിയിൽ നോക്കുന്നു. ഹീറോയുടെ ഡ്രസ്സിങ് സ്റ്റൈല് ഇതെല്ലാം പ്രത്യേക രീതിയിൽ നോക്കുന്നുണ്ട്. അതുമല്ല ഹീറോ ഈ ഒരു ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന രീതിയിലല്ല ഇപ്പോൾ എല്ലാവരും ഉള്ളത്. കാരണം എല്ലാവരും പല രീതിയിലെ ഡ്രസ്സെല്ലാം ചെയ്തിട്ട് അതിൽ പ്രത്യേക സണ്ണി ഉണ്ടല്ലോ, അവനൊക്കെ ഒരു പ്രത്യേക ശൈലിയിൽ ഡ്രസ്സെല്ലാം ചെയ്ത് നിൽക്കുന്നു. എന്നിട്ട് ഹീറോയെ കാണുമ്പോൾ ഹേ ഡാമിയൻ നീ എന്താ ഇങ്ങനെ എന്തെല്ലാം ചോദിക്കുന്നുണ്ട്. ഹീറോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുമല്ല അവിടെയുള്ള സ്ത്രീകളാണെങ്കിലോ നേരെ തിരിച്ച് നല്ല വെൽ ഡ്രസ്സായിട്ട് ഒരു കമ്പനിയിലെ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവരെങ്ങനെയായിരിക്കും ഡ്രസ്സ് ചെയ്യുന്നത് അതുപോലെ ഡ്രസ്സ് ചെയ്തേക്കുന്നു. അങ്ങനെ ഹീറോ നേരെ തൻ്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കാണ് റൂബി പിറകെ വന്നിട്ട് ഹേയ് ഡാമിയൻ നീ എങ്ങോട്ടാ കയറി പോകുന്നേ, ഇത് അലക്സിന്റെ ഓഫീസാണെന്ന് പറയുമ്പോൾ എന്ത് അലക്സിന്റെ ഓഫീസോ, ഇത് എൻ്റെ ഓഫീസാണ്. അലക്സ് അവളുടെ ജോലി വിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോയതേ ഉള്ളൂ എന്ന് പറയുന്നത് അവൻ്റെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഹേയ് ഇതെല്ലാം ആരാ മാറ്റി വെച്ചതെന്ന് ചോദിക്കുമ്പോൾ അവിടേക്ക് അലക്സ് വരുന്നു കോട്ടും സ്യൂട്ടെല്ലാം ധരിച്ചിട്ട്. എന്നിട്ട് ഹീറോയിനകത്ത് ഈ ഒന്ന് ആ ഒരു ചെയറിലേക്ക് ഇരിക്കുന്നതും ഹീറോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ പഴയ സിഇഒ ഉണ്ടല്ലോ അയാളിപ്പോൾ വേറെ രീതിയിൽ ഡ്രസ്സെല്ലാം ചെയ്തിട്ട് നമ്മുടെ ഹീറോയിന് കോഫിയെല്ലാം എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നു. ഇപ്പോൾ വന്ന് നമ്മുടെ സിഇഒനെ നോക്കിയിട്ട് ഹീറോയിനും റൂബിയും ഇവർ രണ്ടുപേരും കമന്റ് ചെയ്യാണ്. ഈ ലേഡീസിനെ കാണുമ്പോഴത്തേക്കും ആണുങ്ങൾ എങ്ങനെ കമന്റ് ചെയ്യും അതുപോലെ നേരെ തിരിച്ച് സംഭവിക്കുന്നു.
ഇപ്പോൾ ഹീറോ വെട്ടുന്ന സിഒ കണ്ടിട്ട് ഹേയ് നിങ്ങൾ എന്താ ഇതൊക്കെ ചെയ്യുന്നേ, നിങ്ങൾ ഈ കമ്പനിയിലെ സിഒ ആണെന്ന് പറയുമ്പോൾ അയാൾ പറയും ആവശ്യമില്ലാതെ ഒരുപാട് സംസാരിക്കാതെ നിന്റെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് വേറെ രീതിയിൽ നടക്ക്, എന്നിട്ട് നിന്റെ ഡെസ്കിലേക്ക് പോയിരിക്കും. ഇപ്പോഴാണ് നിനക്ക് ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് പൊസിഷൻ കിട്ടിയത്, അതിപ്പോൾ തന്നെ നശിപ്പിക്കാതെ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഓക്കെ HR പോയി കംപ്ലൈൻറ്റ് പറയാമെന്ന് പറയിട്ട് ആ ഒരു മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ഇരിക്കുന്നത് വേറെ ആരുമല്ല, ആ ഒരു റിസപ്ഷനിൽ കണ്ണാടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഹീറോ എപ്പോഴും കളിയാക്കലൊരു സ്ത്രീ. അവരെന്തായാലും നമുക്ക് ജൂലി എന്ന് വിളിക്കാം. ഇപ്പോൾ ഈ ഒരു കമ്പനിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ്. ആണുങ്ങളെല്ലാം നല്ല മോഡേണായിട്ട് ആ രീതിയിൽ ഡ്രസ്സെല്ലാം ചെയ്തേക്കുന്നു, സ്ത്രീകളെല്ലാവരും ആണുങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും അതുപോലെ ഡ്രസ്സെല്ലാം ചെയ്തേക്കാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോ എന്ത് സംഭവിക്കുന്നറിയാതെ പെട്ടെന്ന് ആ ഒരു കമ്പനിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങും. റോഡിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ സാധാരണ ടാക്സി ഡ്രൈവർമാരെല്ലാം ആണുങ്ങളാണല്ലോ. ഇതേ സമയം ഇവിടെ ഒരു ലേഡി കാർ ഓടിച്ചുകൊണ്ട് വന്നിട്ട് ഹീറോയെ കാണുമ്പോൾ തന്നെ ഹേയ് എന്താ വരുന്നോ എന്നെല്ലാം പറഞ്ഞ് കമന്റ് എല്ലാം അടിച്ചിട്ട് അവർ പോകുന്നു. ഇപ്പോഴാണ് കാണിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള പരസ്യ ബോർഡുകളിൽ സ്ത്രീകൾക്ക് പകരം ഈ ആണുങ്ങളെയാണ് വെച്ചേക്കുന്നത്. പാതി ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഹാഫ് ന്യൂഡായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ. ഇപ്പോൾ സ്ത്രീകൾക്ക് പകരം ആണുങ്ങൾ കുട്ടികളെ കൊണ്ട് റോഡിലൂടെ പോകുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും നേരെ തിരിച്ചായി. എന്താന്ന് വെച്ചാല് ഇവിടെയാണ് ഹീറോയ്ക്ക് സംഭവിച്ച ഒരു കാര്യം. ഹീറോ ആ ഒരു പോസ്റ്റിലേക്ക് വന്ന് തലയിടിച്ച് താഴേക്ക് വീഴുമല്ലോ. ഇവിടെ വെച്ചിട്ട് ഹീറോ മറ്റൊരു ലോകത്തേക്ക് പോയി. നമ്മളിപ്പോൾ ജീവിക്കുന്ന ലോകത്തിലെ ആണുങ്ങൾക്കാണ് അധികാരം, അതേപോലെ തന്നെ സ്ത്രീകളെ അതിന് താഴെയാണല്ലോ വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോ നിൽക്കുന്ന ഈ ഒരു ലോകത്ത് നേരെ തിരിച്ച് സ്ത്രീകളാണ് അധികാരത്തിലും ആണുങ്ങളെയാണ് നേരെ തിരിച്ച് സ്ത്രീകളുടെ സ്ഥാനത്ത് കാണുന്നത്. പക്ഷെ ഇവിടെ നോർമലായിട്ടുള്ളത് നമ്മുടെ ഹീറോ മാത്രമാണ്. അങ്ങനെ ഓടി തൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് ആ വീട്ടിലും ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എല്ലാം സ്ത്രീകൾ ഒരു വീട് എങ്ങനെ ഒരുക്കി വൃത്തിയാക്കി വെക്കും അതുപോലെയാണ് എല്ലാം ചെയ്തേക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതുപോലെയല്ല. ഇപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഹീറോയ്ക്ക് സഹിക്കാൻ കഴിയാതെ TV ഓണാക്കി നോക്കുമ്പോൾ TVയിലും ഇതുപോലെ ആണുങ്ങളുടെ പരസ്യം ഉണ്ടല്ലോ, അവരിട്ടേക്കുന്ന ഡ്രസ്സും കാര്യങ്ങളും ഇതിന്റെ പരസ്യങ്ങളൊക്കെയാണ് കൂടുതലും കാണുന്നത്. അതേപോലെ TVയിൽ മറ്റൊരു ന്യൂസ് കാണുന്നുണ്ട്. അതിൽ നമ്മുടെ ഇവിടെ മാർപ്പാപ്പയുണ്ടല്ലോ, അതിന് പകരം ലേഡി മാർപ്പാപ്പയാണ് അതിലുള്ളത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മാഗസീനിലെ മാറ്റം, ഹാരി പോട്ടർ ബുക്ക് എഴുതിയത് മെയിൽ ക്യാരക്ടറിനെ ബേസ് ചെയ്താണല്ലോ, അത് നേരെ തിരിച്ച് ഒരു ലേഡി ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരു സ്ത്രീ കഥാപാത്രത്തെ പോയിന്റ് ചെയ്തിട്ടാണ് ആ ഒരു കഥ തന്നെ ഉള്ളത്. ഇതെല്ലാം കണ്ട് ഹീറോ വെട്ടുന്നത് അമ്മ എന്ന് വിളിച്ചിട്ട് നേരെ അവൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. കാരണം അവിടെയെങ്കിലും ഇത്തിരി സമാധാനം കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഹീറോ തിരിച്ച് തൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് വന്നിട്ട് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും അവൻ്റെ ചേട്ടൻ്റെ കുട്ടികൾ ഇതിനു മുന്നേ ഹീറോ അകത്തേക്ക് വരുമ്പോൾ തോക്കും ബോളൊക്കെ വെച്ചിട്ടാണല്ലോ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ രണ്ടുപേരും അവരുടെ തലയെല്ലാം ചീകി കൊടുക്കുന്നു, പേനെല്ലാം നുള്ളി പറക്കുന്നു. ഭയങ്കര സമാധാനമായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഹീറോ പെട്ടെന്ന് അവൻ്റെ ചേട്ടനെ വിളിക്കും. ഹേയ് ചേട്ടാ, നീ എവിടെ പോയി കിടക്കുക, ഈ കുട്ടികൾ എന്താ കാണിക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഈ കുട്ടികളുടെ അച്ഛൻ, നമ്മുടെ ഹീറോയുടെ സഹോദരൻ അവിടേക്ക് വരുന്നത്. അതും സ്ത്രീകളെ പോലെയെല്ലാം ഹേയ് ഹലോ ഡാമിയൻ, നീ തിരിച്ചു വന്നോ എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന ഡാമിയൻ ഒരു ഉമ്മ കൊടുക്കുന്നു. ഇതിനു മുന്നേ എന്താണെന്ന് വെച്ചാല് സഹോദരങ്ങളായി കഴിഞ്ഞാൽ നേരെ ചൊവ്വയെന്ന് സംസാരിക്കത്ത് പോലുമില്ല. എന്നിട്ട് ഈ ഒരു കുട്ടികളുടെ അടുത്തേക്ക് വന്ന് ഹേയ് നിന്റെ മുടി ഇങ്ങനെയല്ല കെട്ടേണ്ടത്, അച്ഛൻ കെട്ടിത്തരാം എന്ന് പറഞ്ഞ് ആ കുട്ടികളുടെ മുടി കെട്ടിക്കൊടുക്കുന്നതും ഹീറോ നേരെ ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെയാണ് അടുത്തൊരു കാര്യം. ഇതിനു മുന്നേ ഹീറോ വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അവൻ്റെ സഹോദരനും അച്ഛനുമാണ് ആ ഒരു സോഫയിലിരുന്ന് TV എല്ലാം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നേരെ തിരിച്ച് അവൻ്റെ അമ്മയും ചേട്ടൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും ആ ഒരു സോഫയിലിരുന്ന് TV എല്ലാം കണ്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയെ കാണുമ്പോൾ ഡാമിയൻ നിന്നെ കാണാനായിട്ട് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആണുങ്ങൾ ഇരിക്കുമല്ലോ അതുപോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഹീറോ ചോദിക്കും അല്ലല്ല ഇവിടെ എന്താ ഈ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡാമിയൻ ഇവിടെ നിൽക്കാതെ നേരെ കിച്ചണിലേക്ക് ചെന്നിട്ട് നിന്റെ അച്ഛനെ സഹായിക്കും, പിന്നെ നിന്റെ അച്ഛനോട് പറയും ഞങ്ങൾ കുറച്ച് നേരമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്, വിശക്കുന്നു, പെട്ടെന്ന് സാധനം കൊണ്ടുവരാൻ പറയും. എന്നിട്ട് ഇതേ ഇതുപോലൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ചേട്ടന്റെ അവസ്ഥ ഇത്, അമ്മയും ചേട്ടന്റെ സഹോദരിയും ഇതുപോലെ. ഇനിയിപ്പോൾ അച്ഛന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി നേരെ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ ഇതിനു മുന്നേ നമ്മുടെ ഹീറോയുടെ അമ്മ എങ്ങനെയായിരുന്നു ആ കിച്ചണിൽ നിന്നിട്ട് ഹീറോയെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അവരുടെ സന്തോഷമെല്ലാം പങ്കുവയ്ക്കുന്നു. അതുപോലെ ഹീറോയുടെ അച്ഛൻ ഇപ്പോൾ ചെയ്യാണ്. നേരത്തെ പറഞ്ഞല്ലോ ഇത് നേരെ ഉൾട്ടായിട്ടുണ്ട്. സ്ത്രീകൾ ചെയ്യുന്ന എല്ലാ കാര്യവും ഇപ്പോൾ പുരുഷന്മാരാണ് ചെയ്യുന്നത്, പുരുഷന്മാർ ചെയ്യുന്ന സ്ഥാനത്ത് സ്ത്രീകളാണ് ഉള്ളത്. അതുപോലൊരു ലോകത്താണ് നമ്മുടെ ഹീറോ പെട്ടുപോയിട്ടുള്ളത്. അപ്പോൾ സാധാരണ ലോകത്ത് സ്ത്രീകളെ താഴെ നിർത്തിക്കൊണ്ട് ഡൊമിനേറ്റ് ചെയ്തിരുന്ന ഒരാണ് അവൻ ഇതുപോലൊരു ലോകത്തെത്തുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ടാവും? ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് അവൻ പെട്ടെന്ന് അവൻ്റെ കമ്പനിയുടെ വെളിയിൽ അവൻ ഇടിച്ച ആ ഒരു തൂണുണ്ടല്ലോ അതിനടുത്തേക്ക് തന്നെ വന്നിട്ട് ആ ഒരു തല കൊണ്ടുവന്ന് ഈ തൂണിലേക്ക് വീണ്ടും ഇടിക്കുകയാണ്, ബോധം പോയി താഴെ വീഴാൻ വേണ്ടി. ആദ്യം ഇടിക്കുമ്പോഴത്തേക്ക് നല്ല വേദന അല്ലാതെ വേറെ ഒന്നും വരുന്നില്ല. അങ്ങനെ രണ്ടാമത് ഇടിക്കുമ്പോൾ പിന്നെയും വേദന. മൂന്നാമത്തെ തവണ ഓടി വന്നിട്ട് ഓക്കെ ഇപ്പോഴെങ്കിലും മാറെന്ന് പറഞ്ഞൊരു ഒറ്റ ഇടി കൊണ്ട് താഴെ വീഴുന്നതും അപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഹീറോയ്ക്ക് എന്ത് സംഭവിക്കുന്നറിയാതെ ഒരിടത്ത് ഇരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പ്രാവിനെ തലയിൽ വെച്ച ഒരു മനുഷ്യനുണ്ടല്ലോ അയാളിപ്പോൾ ഹീറോയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഈ ലോകം മാറിയിട്ടുണ്ട്, എപ്പോഴും പുരുഷന്മാരാണ് മുകളിൽ നിൽക്കേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ വിടുന്നു. അല്ല നിങ്ങൾ എന്തായി പറഞ്ഞേ? അതെ പുരുഷന്മാരാണ് എപ്പോഴും മുകളിൽ നിൽക്കേണ്ടത്,
എന്ന് പറയുമ്പോഴാണ് ഹീറോ ചോദിക്കുന്നത്, അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയോ? അയാൾ പറയും, അതെ, നിന്നെ പോലെ ഞാനും ഈ ലോകത്ത് വന്ന് പെട്ടുപോയതാണ്. എത്ര വർഷമായിട്ട്? കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ഇയാളെ എല്ലാവരും ഭ്രാന്തൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇയാളുടെ അവസ്ഥ ഇങ്ങനെ ആയത്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഹീറോ ചോദിക്കും, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ എങ്ങനെ പുറത്ത് കടക്കും? അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. അത് നിന്റെ സാഹചര്യം അനുസരിച്ചിരിക്കും. നീ ഏത് സ്ഥാനത്താണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അവിടെയുള്ള ഉയർന്ന സ്ഥാനത്തേക്ക് നീ മാറണം. നിന്റെ പൊസിഷൻ ഏറ്റവും മുകളിലായി കഴിഞ്ഞാലേ നിനക്ക് സാധാരണ ലോകത്തേക്ക് തിരിച്ചു പോകാനായിട്ട് കഴിയത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് നീ എന്ത് ചെയ്താലും ആ ഒരു ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിനക്ക് സാധാരണ ലോകത്തേക്ക് തിരിച്ചു പോകാന്ന് പറയുന്നതും വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോ ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ സ്ഥാനത്താണല്ലോ, അവിടെ നിന്നും ഈ കമ്പനിയുടെ CEO ആ ഒരു ലെവലിലേക്ക് മാറണം. പക്ഷെ ഇപ്പോൾ അവിടെ ഉള്ളത് നമ്മുടെ ഹീറോയിനാണ്. അതാണ് ഹീറോ അടുത്തായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് അടുത്ത ദിവസം തന്നെ ഹീറോ രാവിലെ തന്നെ കണ്ണു തുറക്കുമ്പോൾ അവൻ്റെ അടുത്തൊരു പൂച്ച കിടക്കുന്നു. സാധാരണ ഹീറോ ഇങ്ങനെ ഈ ഒരു പൂച്ചനെ ഒന്നും വളർത്താറില്ല. ഇപ്പോൾ അവൻ്റെ വീട്ടിൽ പൂച്ചയുണ്ട്. അതേപോലെ തന്നെ അവൻ്റെ ഷവറും കാര്യങ്ങളെല്ലാം വളരെ ചെറുതാണ്. വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതേ സമയം ഹീറോയിൻ്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ഹീറോയിൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ബോക്സിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. അവളുടെ ഭർത്താവ് മകളെ സ്കൂളിൽ അയക്കാൻ വേണ്ടി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോയിൻ TV കാണുമ്പോഴത്തേക്കാണ് ഒരു കാര്യം പറയുന്നത്, സൗദിയിലെ രാജ്ഞി പുരുഷന്മാർക്ക് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ടുള്ള അവകാശം കൊടുത്തിട്ടുണ്ടെന്ന്. അത് വലിയൊരു മാറ്റമായിരിക്കും എന്നെല്ലാം ന്യൂസിൽ കണ്ടിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഹീറോ റെഡിയായിട്ട് ഇപ്പോൾ നേരെ ഓഫീസിലേക്ക് പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും ആ പ്രാവ് മനുഷ്യനുണ്ടല്ലോ, അയാൾ വന്നിട്ട് പറയും, നിന്നെ കൊണ്ട് ഇത് സാധിക്കും, നിന്നെ കൊണ്ട് ഇത് കഴിയുമെന്ന് പറയുമ്പോൾ ഹീറോ അറിയാം, അതെ, എന്നെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ഓഫീസിലേക്ക് കയറി വന്ന് ഇപ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരോടും നോർമലായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ആ ഒരു സിയോട് പറയും, ഓക്കെ, എൻ്റെ സ്ഥാനം ഞാൻ ഉടനെ തന്നെ മാറ്റാൻ പോവാണ്, അത് നിങ്ങൾ കണ്ടോന്ന് പറയുമ്പോൾ ആ CEO പറയും, എടാ, നിനക്ക് ഇപ്പോഴാണ് ഈ ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ സ്ഥാനം കിട്ടിയിട്ടുള്ളത്, അത് കളയരുതെന്ന് പറയുമ്പോൾ ഹീറോ പറയും, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ നേരെ HR-ന്റെ അടുത്തേക്ക് ചെല്ലും. ആരാണ്? മറ്റേ ജൂലിയ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ അടുത്തേക്ക്. അവിടെ ചെല്ലുമ്പോഴാണ് അവർ വേറെ ആരുമായിട്ട് എന്തോ ഒരു മീറ്റിംഗ് നടത്തുകയാണ്. ഹീറോ വന്നിട്ട് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ജൂലിയ അവിടെ ഇരിക്കുന്ന ആളോട്, ദേ, ഇതാണ് ഞങ്ങളുടെ പുതിയ ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന് പറഞ്ഞ് ഹീറോയെ പരിചയപ്പെടുത്തും. എന്നിട്ടാണ്, ദേ, ഇത് നമ്മുടെ ബോർഡ് ചെയർമാനാണ് ക്ലെൻഡ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ആ ഒരു ക്ലീനിങ് ലേഡി ഉണ്ടല്ലോ, അവരായിരുന്നു. ഹീറോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹീറോ കുറച്ച് നേരം അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് ഇപ്പോൾ ഹീറോയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഈ സാധാരണ ലോകത്ത് ജീവിക്കുമ്പോഴത്തേക്കും ജൂലിയായിട്ട് അവൻ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കുമല്ലോ, അതുപോലെ ജൂലിയോട് സംസാരിച്ച് അവരെ വശീകരിക്കാന്നാണ് ഹീറോ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ വന്നിരുന്ന അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ജൂലിയോട്ടിന്ന്, ഹേയ് ഡാമിയൻ, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും, ഓക്കെ, ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ടേബിളിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അതും ഭയങ്കര റൂഡായിട്ട്. അങ്ങനെ ഹീറോ തിരിച്ചു വന്ന് അത് കഴിഞ്ഞിട്ട് ഇവരുടെ ആ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന് മുന്നേ ഉള്ള സീനിൽ ഈ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ പുരുഷന്മാരായിരുന്നു മുന്നിലേ, ഇവിടെ നേരെ തിരിച്ച് സ്ത്രീകൾ മുന്നിലും പുരുഷന്മാരെല്ലാം പിറകിലും. അതിൽ ക്രിയേറ്റീവ് ഡയറക്ടർ സ്ഥാനത്ത് നമ്മുടെ ഹീറോ ഇരിപ്പുണ്ട്. ഇവർ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് വേറെ ഒന്നുമല്ല, ആണുങ്ങളെ പറ്റിയുള്ള പ്രോജക്റ്റാണ്. ഇപ്പോൾ ഒരു വൈൻ അതെങ്ങനെ പരസ്യം ചെയ്യണമെന്ന് ഇവരെല്ലാവരും പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും അതും ആണുങ്ങളെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സെഷ്വലൈസ് ചെയ്യുന്ന രീതിയിൽ, അതൊന്നും നമുക്കിവിടെ പറയാൻ കഴിയത്തില്ല. അതുപോലെയുള്ള രീതിയിലാണ് ഇവരെല്ലാവരും കളിയാക്കി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പരസ്യം എങ്ങനെ നിർമ്മിക്കണം എന്നെല്ലാം പ്ലാൻ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയ്ക്ക് എന്തോ പോലെ ആയിപ്പോയി. കാരണം ആണുങ്ങളെ ഇതുപോലെ പറയുമ്പോഴത്തേക്കും എങ്ങനെയുണ്ടാവും? അപ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് ഇതിന് മുന്നേയുള്ള സീനിൽ ഹീറോയിൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അവൾക്കും സംഭവിച്ചത്. ഇപ്പം അതിനിടയിൽ ഹീറോ തൻ്റെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവരാരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഹീറോ വിട്ടുന്ന്, അല്ല, ഈ ആണുങ്ങളുടെ അവസ്ഥ നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? ആണുങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നല്ല ഹീറോ പറയുമ്പോൾ ഇതുപോലെ അവർ വലിയ കാര്യമാക്കുന്നില്ല. ഇപ്പോൾ യഥാർത്ഥ ലോകത്ത് ആണുങ്ങൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇപ്പോൾ ഒരു ബാറിൽ ഇരുന്നിട്ട് ജൂലിയ, ഹീറോയിൻ ഇവർ രണ്ടുപേരും സംസാരിക്കുകയാണ് ബിസിനസ് കാര്യങ്ങളെല്ലാം. അങ്ങനെ സംസാരിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിൽക്കുന്ന 2 ആണുങ്ങളുണ്ട്. അവരെ കണ്ട്, ഹേയ്, നിനക്ക് 2 ഡ്രിങ്ക് വാങ്ങി തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പെണ്ണുങ്ങളെ പോലെ നേരെ ഹീറോയിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നു. ഇപ്പോൾ ഹീറോ എങ്ങനെയാണ് ഈ ഒരു സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നത് അതുപോലെ നേരെ തിരിച്ച്. അങ്ങനെ ഇനി ഞാൻ കണ്ടാൽ മതി, എപ്പോഴും ഇത് ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ നേരെ അവൻ അമ്മയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ഈ ചേട്ടൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവരെ പോയി കാണുകയാണ്. എന്താന്ന് വെച്ചാൽ തന്നെ കമ്പനിയിൽ ഇതുപോലെ പ്രൊമോട്ട് ചെയ്തു, തനിക്കിപ്പോഴും മറ്റുള്ളവർ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, സാധാരണ പുരുഷന്മാർ ഇങ്ങനെയല്ല കാണുന്നത്, അവരെപ്പോഴും നല്ലതുപോലെ മേക്കപ്പ് എല്ലാം ചെയ്ത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ ഡ്രസ്സെല്ലാം ചെയ്ത് നടക്കണം, പക്ഷെ നീ അങ്ങനെയല്ല, അതുകൊണ്ട് നീ അതുപോലെ മാറിക്കഴിഞ്ഞാൽ എല്ലാവരും നിന്നെ ശ്രദ്ധിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ ചോദിക്കും, ശരി, നിനക്ക് എന്നെ അതിൽ സഹായിക്കാൻ കഴിയുമോ, എന്നെ അതുപോലെ മാറ്റാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവൾ ഓക്കെ പറഞ്ഞിട്ട് അവളും അതേപോലെ തന്നെ ഹീറോയുടെ സഹോദരനുണ്ടല്ലോ, ഇവർ രണ്ടുപേരും ഹീറോയ്ക്ക് ഒരു മേക്ക് ഓവർ തന്നെ നടത്താൻ പോവാണ്. അതിനു വേണ്ടിയിട്ട്
ഈ സ്ത്രീകൾ ഷോപ്പിംഗ് ചെയ്യുമല്ലോ, അതുപോലെ ഹീറോയെ കൊണ്ടുപോയിട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നു. സാധാരണ ഇവിടെ ഒരു സ്ത്രീ ഒരു കടയിൽ പോയിട്ട് അവരുടെ ബ്രസ്റ്റ് സൈസും ഇങ്ങനെ ഓരോ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഡ്രസ്സ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഹീറോയ്ക്കും ഇതുപോലെ ഉള്ളിലിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതുപോലെ സെലക്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ വാക്സിൻ ചെയ്യുന്നു, എന്താണെന്ന് വെച്ചാൽ ഈ രോമങ്ങളെ എടുത്തു കളയുന്നു. പിന്നെ മേക്കപ്പ്, മുടി വെട്ടുന്ന സ്റ്റൈല്, ഇതുപോലെ പല കാര്യങ്ങളും മാറ്റി. ഇപ്പോൾ 2-3 ദിവസം അതിനു വേണ്ടിയിട്ട് തന്നെ ഹീറോ ചെലവഴിക്കും. എപ്പോഴും ആ ഒരു രോമങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് സ്ത്രീകളെപ്പോലെ ഈ ലോകത്ത് പുരുഷന്മാർ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഈ ലോകത്തെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഹീറോ ഇപ്പോൾ മാറിയേക്കാണ്. അവൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലും എല്ലാം മാറിയിട്ടുണ്ട്. അങ്ങനെ തൻ്റെ ഓഫീസിലേക്ക് കയറി വരുമ്പോഴത്തേക്കും അവിടെയുള്ള നമ്മുടെ ഹീറോയിൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഹീറോയുടെ ഈ ഒരു മാറ്റം. അതുമല്ല, ഹീറോ പ്രത്യേകം വശീകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ HR ഉണ്ടല്ലോ ജൂലിയ, അവരെയാണ്. ഇപ്പം അവർ വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയെ കാണുന്നതും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹേ ഡാമിയൻ, ഇത് നല്ല മാറ്റമാണെന്നെല്ലാം പറഞ്ഞ് ഇപ്പം അവരെ വശീകരിക്കുന്ന രീതിയിൽ പുതിയ വർക്കെല്ലാം ചെയ്ത് നിങ്ങളുടെ ടേബിളിൽ വെച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കൈയെല്ലാം പൊക്കി ഇങ്ങനെ കാണിക്കുന്നു. അതും അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ഇപ്പോൾ ഒരു ഹോട്ടലിൽ ഇരുന്നിട്ട് ആഹാരം കഴിക്കുകയാണ്. അതുമല്ല, പുതിയൊരു കമ്പനിയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ ജൂലിയ, ഹീറോയിൻ ഇവരെല്ലാവരും ഉണ്ട്. ഇപ്പം ആ ഒരു പുതിയ കമ്പനിയിലെ ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഈ ലോകത്ത് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണല്ലോ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കമ്പനിയിൽ ഏതെങ്കിലും ഒരു ഉയർന്ന സ്ഥാനത്ത് ഒരാൾ വേണം എന്നുള്ള രീതിയിലാണ് അയാൾ പറയുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൾ ദേഷ്യത്തിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു മീറ്റിങ്ങിന്റെ അവസാനം അവൾ എന്തോ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഒരാണിനെ എന്തായാലും ഇവരുടെ കമ്പനിയിൽ ഒരു പൊസിഷനിലേക്ക് മാറ്റാന്ന്. അങ്ങനെ അയാളുമായിട്ട് ഡീൽ ഓക്കെ ആക്കുന്നതും ഇവിടെ നമ്മുടെ ജോലി ഉണ്ടല്ലോ, അവര് ഹീറോയുടെ കാലിലേക്ക് ഇങ്ങനെ തടവുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയെ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഹീറോയെ അന്ന് രാത്രി അവർ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കാം, അത് വേറെ രീതിയിൽ സംസാരിക്കാമെന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഇത് വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹീറോയെ വിളിക്കുന്നതെന്ന് ഹീറോയ്ക്ക് നല്ലതുപോലെ മനസ്സിലായി. ഇതിപ്പോൾ ഹീറോയ്ക്കും നല്ലൊരു ചാൻസ് ആയതുകൊണ്ട് ഹീറോ നേരെ തൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവരെ കാണാൻ വേണ്ടി പോവാണ്. അവളാണെങ്കിൽ ഒരു പല്ല് ഡോക്ടറാണ്. ഇപ്പം അവിടേക്ക് ചെന്നിട്ട് ഇതുപോലെ എൻ്റെ ഓഫീസിലെ HR എന്നെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്തായാലും അത് വേറെ കാര്യത്തിനാണ്. ഞാൻ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇല്ലില്ല, അത് ചെയ്യാൻ പാടില്ല, അത് ലൈംഗിക പീഡനത്തിൻ്റെ മറ്റൊരു വശമാണെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഓക്കെ ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ എന്തായാലും അതാണ് ആവശ്യമെന്ന് തോന്നുന്നു. ഹീറോ പെട്ടെന്ന് ഒരു ഷോപ്പിലേക്ക് ചെന്ന് എന്തോ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടിട്ട് നടക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ നടന്ന് പോവാണ് റോഡിലൂടെ. അത് കഴിഞ്ഞ് എന്താണ് നേരെ ജൂലിയുടെ അടുത്തേക്ക് ചെല്ലും. അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ ഹീറോ അവിടേക്ക് വരുന്നതും അവനോട് കുറച്ചു നേരം സംസാരിച്ച് അവരുടെ ഉദ്ദേശം വേറെയാണല്ലോ, അതുകൊണ്ട് തന്നെ ഹീറോയോട് ഒരു പ്രത്യേക രീതിയിൽ ഡ്രസ്സെല്ലാം ധരിച്ചിട്ട് വരാൻ പറയും. ഇപ്പോഴുള്ള ലോകത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, നേരെ സ്ത്രീകളെയാണ് ഡ്രസ്സെല്ലാം ചെയ്തിട്ട് അതുപോലെയൊക്കെ കാണിക്കാൻ പറയുന്നത്. ഇത് നേരെ തിരിച്ച് ഒരാണിനോട് അതുപോലെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്കും ഇത് ചെയ്യാതെ വേറെ വഴിയില്ല. ഇവരെ കയ്യിലെടുത്താലേ അടുത്തൊരു സ്ഥാനത്തേക്ക് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഹീറോയും അതുപോലെ ഡ്രസ്സെല്ലാം ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോൾ ജൂലിയ പറയുന്നുണ്ട്, ഇത് പോരാ, ഇനിയും നല്ലതുപോലെ ചെയ്യുന്നു പറഞ്ഞ് അത് ആസ്വദിച്ച് അവസാനം അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരും. കാരണം അവരുടെ ഉള്ളിൽ ആ ഒരു പ്രഷർ അത്രയും കൂടുതലായിട്ട് അവസാനം അറ്റാക്ക് വന്ന് അവരവിടെ വെച്ച് മരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ലോകത്ത് എങ്ങനെയാണ് ഫാദറായിട്ട് ഒരു ആണായിരിക്കും, ഇവിടെ നേരെ തിരിച്ച് ഒരു ലേഡിയാണ്. അതുമല്ല കാണിക്കുമ്പോഴത്തേക്ക് ആ കൂട്ടത്തിൽ കരഞ്ഞോണ്ട് നിൽക്കുന്നത് കൂടുതൽ ആണുങ്ങളാണ്. സ്ത്രീകളാണെങ്കിലോ സാധാരണ രീതിയിൽ അങ്ങനെ നിൽക്കുന്നു. അപ്പോഴാണ് ഹീറോ ആ ഒരു CEO ഉണ്ടല്ലോ അയാളോട് പറയുന്നത്, ഇന്നലെ രാത്രി ഞാൻ ഇവരുടെ വീട്ടിലേക്ക് പോയിരുന്നു, അവർ പറഞ്ഞതുപോലെയെല്ലാം ചെയ്തു, അവർ മരിച്ചില്ലായിരുന്നെങ്കിൽ അവരുമായിട്ട് അവിടെ എന്തെങ്കിലും നടന്നേനെ, എൻ്റെ പ്രൊമോഷനും മാറിയേനെന്ന് പറയുമ്പോഴത്തേക്കും CEO പറയും, ഇത് നീ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അവർ ഓഫീസിലുള്ള എല്ലാ പുരുഷന്മാരെയും കൊണ്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് നീ അത് ചെയ്താലും നിനക്ക് വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് CEO പറയും. എന്നിട്ട് CEO പറയും, ഓക്കെ, ഇവരെ പറ്റി സംസാരിച്ചിട്ട് അവരെ ഒന്ന് ഓണർ ചെയ്യാൻ വേണ്ടി ഒരു പാർട്ടി നടക്കുന്നുണ്ട്, അതിലേക്ക് നിന്നെ ഇൻവിറ്റേഷൻ ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയില്ല, അങ്ങനെ ഒരു കാര്യം തന്നെ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഓക്കെ, അപ്പോൾ നിന്നെ എന്തായാലും അവരതിന് ക്ഷണിച്ചിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ ആ ഒരു പ്രാവം മനുഷ്യനുണ്ടല്ലോ അയാളുടെ അടുത്തേക്ക് പോയി സംസാരിക്കുകയാണ്. ഇപ്പം അയാൾ ചോദിക്കുന്നുണ്ട് എങ്ങനെ പോകുന്ന കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ ഒരു മുന്നേറ്റവും ഇല്ല. അപ്പോൾ അയാൾ പറയും, നീ എന്തായാലും ആ ഒരു കമ്പനിയിലെ CEO ആയിട്ട് മാറണം, എന്നാലേ എന്തെങ്കിലും കാര്യമുള്ളൂ. അതുമല്ല ഇവരിപ്പോൾ മരിച്ചുപോയത് കൊണ്ട് അടുത്ത സ്ഥാനത്തേക്ക് അലക്സിനെ ആയിരിക്കും അവരെന്തായാലും സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ആ സ്ഥാനത്ത് നീ എങ്ങനെയെങ്കിലും കാരണം സാധാരണ ലോകത്ത് ഒരു പെണ്ണിനെ ഇതുപോലുള്ള സ്ഥാനത്തേക്ക് പെട്ടെന്ന് കൊണ്ട് ചേർക്കത്തില്ല. ഈ ലോകത്താണെങ്കിലോ ഒരാണിനെ അതേ സ്ഥാനത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര പാടായിരിക്കും എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഹീറോ പെട്ടെന്ന് ആലോചിച്ചിട്ട് ഓക്കെ, ഒരു ഐഡിയ ഉണ്ട്, മറ്റൊരാളുണ്ട്, അവരെ ഒന്ന് വശീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ചിലപ്പോൾ ഈ ഒരു CEO സ്ഥാനം കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്, അവരെ ഇംപ്രസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ പ്ലാൻ ചെയ്യുന്നതും. ഇപ്പം അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഹീറോ മരിച്ചുപോയ ജൂലി എന്ന് പറഞ്ഞാൽ അവരെ ഒന്ന് ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു പാർട്ടി നടത്തുന്നു പറഞ്ഞല്ലോ, അവിടേക്കാണ് വരുന്നത്. അവിടെ വരുമ്പോഴത്തേക്കാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോ വേറൊരു കമ്പനിയിലെ CEO ആയിട്ട് സംസാരിച്ചിരുന്നല്ലോ, അയാളിപ്പോൾ അവിടെ
സാധാരണ ഒരു സ്റ്റാഫായിട്ട് ജോലിയാണ്. അയാൾ പറയും ഇത് വലിയ വലിയ ബിസിനസ്സുകാർ അവരുടെ തൊട്ട് താഴെയുള്ള സ്റ്റാഫുകൾക്ക് മാത്രമാണ് ഇവിടെ നിന്ന് നീ വരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയുടെ പേര് പോലും ഈ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററിലില്ല. അപ്പോഴാണ് അടുത്ത് കാണിക്കുമ്പോഴത്തേക്കും വലിയൊരു കുതിരയുടെ മുകളിൽ ഹീറോ അന്വേഷിച്ചു വന്ന ആ ഒരാളുണ്ടല്ലോ, അത് വേറെ ആരുമല്ല, ഒരു ക്ലീനിങ് സ്റ്റാഫായിട്ട് ഹീറോയുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ക്ലെൻസ് എന്ന് പറഞ്ഞിട്ട് അവരായിരുന്നു. അവരിപ്പോൾ ഇവിടെ വലിയൊരു പോസ്റ്റിലാണുള്ളത്, അതും ബോർഡ് ചെയർമാനായിട്ട്. അവരുടെ ഫോട്ടോ എല്ലാം അവിടെ വെച്ചേക്കാണ്. എന്നിട്ട് ഈ ഒരു സിഇഒയെ കണ്ടിട്ട്, സാർ നിങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനൊരു ജോലി ചെയ്യുന്നത്? നമ്മൾ ഇതിൽ നിന്നെല്ലാം മാറണം. നമ്മൾ ആണുങ്ങളാണ് എപ്പോഴും മുകളിൽ നിൽക്കേണ്ടത്. ഇവർക്കെതിരെ നമ്മൾ ശക്തമായിട്ട് പോരാടണം. നമുക്കും ഇവരെ പോലെ തന്നെ പ്രാധാന്യം വേണമെന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ സ്ത്രീകൾ എങ്ങനെയാണ് പുരുഷന്മാരോടൊപ്പം തുല്യത വേണമെന്ന് പറയുന്നത്, അതുപോലെ ഹീറോ തിരിച്ചു പറയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് അയാൾ പറയും, ഓക്കെ നിങ്ങൾ എന്തായാലും ഉള്ളിലേക്ക് പോയിക്കോ, ഇതിന് ഞാൻ സപ്പോർട്ട് ഉണ്ടെന്നും പറഞ്ഞ് ഹീറോയെ അകത്തേക്ക് പറഞ്ഞു വിടും. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയും റെഡി ആയിട്ട് ഇങ്ങനെ വരുന്നു. ഇത് കണ്ട് ഹീറോ പെട്ടെന്ന് സർപ്രൈസ് എന്നും പറഞ്ഞ് അവളുടെ ഇടയിലേക്ക് വരുമ്പോൾ ഇവർ രണ്ടുപേരും സംസാരിച്ച് നടന്നു പോകണം. അപ്പോൾ ഹീറോയും പറയുന്നുണ്ട്, നീ ആ ഒരു സിഇഒ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടില്ല ഇതിൽ ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. കാരണം എനിക്കായിരിക്കും എപ്പോഴും പ്രയോറിറ്റി കൂടുതൽ. ജോലി ആ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് എന്നെ എപ്പോഴും തയ്യാറായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും കഴിയത്തില്ല എന്ന് ഹീറോയെ കളിയാക്കി പറയാണ്. നീ വെറും ഒരാണ്, നീ എന്നും എൻ്റെ അടുത്ത് പോലും വരത്തില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോ ചോദിക്കും, ഓക്കെ എന്താ നീ എന്നെ പേടിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവരെല്ലാവരും ആ ഒരു പാർട്ടിയിലേക്ക് വന്ന് ഇപ്പോൾ ആ ഒരു റൂമിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ പടയാളികളായിട്ടുള്ളവരുടെ ആ ഒരു പ്രതിമയെല്ലാം വെച്ചേക്കുമല്ലോ, അതിൽ ആ ഒരു പ്രതിമ പോലും ഒരു സ്ത്രീയുടെയാണ്. കാരണം ഈ ലോകത്ത് യുദ്ധത്തിന് പോകുന്നതും എല്ലാം സ്ത്രീകളാണ്, അറിയാലോ. ഇപ്പോൾ എല്ലാവരും കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഗ്ലെൻഡയോട് പറയുന്നത്, ഓക്കെ നമ്മുടെ കമ്പനിയിൽ സിഇഒ ആയിട്ട് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത പ്രോജക്റ്റുകളും ബിസിനസ് പരമായിട്ടുള്ള മുന്നേറ്റങ്ങളും ഇതിനെല്ലാം നല്ല മാറ്റം ഉണ്ടാവും എന്ന് ഹീറോ പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന ഹീറോയും പെട്ടെന്ന് ചിരിക്കും. എന്നിട്ട് പറയും, ഒരാണായിട്ട് ജനിച്ചിട്ട് കാര്യമില്ല, അതിനുള്ള കഴിവും കൂടി വേണമെന്നും പറഞ്ഞ് ഹീറോയും ചിരിക്കുമ്പോൾ ഇപ്പോൾ ഗ്ലെൻഡ പറയും, അല്ല ഇവിടുത്തെ മ്യൂസീഷ്യൻ അവിടെ പിയാനോ വായിക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ട ഹീറോ പെട്ടെന്ന് അവിടേക്ക് ചെന്നിട്ട് ആ ഒരു പിയാനോ വായിക്കാണ്. അതുപോലെ ഹീറോ പാടുന്ന പാട്ടിൻ്റെ ആ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുപോലെ കല്യാണം കഴിച്ചിട്ടില്ല, ഞാനൊരു സിംഗിളാണ്, ഒരു സ്ത്രീയെ ഞാൻ ആഗ്രഹിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നെല്ലാണ് ആ പാട്ടിലൂടെ അവൻ ഒരു ഹിന്റ് കൊടുക്കുന്നത് പോലെ. അത് ആർക്കാണ്? ക്ലെൻഡയ്ക്ക്. അവരെ വശീകരിക്കാൻ വേണ്ടിയാണ് ഹീറോ ഇപ്പോൾ ഇതുപോലെ ഒരു പാട്ടെല്ലാം പാടുന്നത്. അങ്ങനെ ആ ഒരു പാട്ട് പാടി കഴിയുന്നതും എല്ലാവരും കൈതട്ടിയിട്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ ക്ലെൻഡ വേറെ ഏതൊരു പാർട്ടിക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഹീറോയുടെ അടുത്തേക്ക് ഈ ഒരു ഹീറോയെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവർ വന്നിട്ട് ചോദിക്കും, നീ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹീറോ അതെ ഞാനും വരുന്നു എന്ന് പറയുന്നതും ഇത് കണ്ട ഹീറോയിനെ, ഇനിയിപ്പോൾ ഇവൻ സിഇഒ ആയിക്കഴിഞ്ഞാലോ ഇവരോടൊപ്പം പോയിട്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം വരുന്നു എന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഇവരെല്ലാവരും ആ ഒരു പാർട്ടിയിലേക്ക് വന്നിരുന്നിട്ട് ഇപ്പോൾ ഗ്ലെൻഡ പറയും, ഓക്കെ ഒരു സിഇഒ ആവണമെന്നുണ്ടെങ്കിൽ നല്ല ധൈര്യം വേണം, മനസ്സുറപ്പ് വേണം, നിനക്കതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അത് എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ എന്താ കഴിക്കാൻ പോകുന്നേ? ഓക്കെ നിങ്ങളെപ്പോലെ ഞാനും മദ്യം കഴിക്കാമെന്ന് പറയുമ്പോൾ നിന്നെക്കൊണ്ട് കഴിയുമല്ലേ? ആ അതെ കഴിയുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവർ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മദ്യത്തിനോടൊപ്പം മുളകും അവർ കടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹീറോയിനും ക്ലെൻഡയും അത് നല്ലപോലെ ചെയ്യുന്നുണ്ട്. ഹീറോ ആദ്യമായിട്ടായതുകൊണ്ട് അതുപോലെ എല്ലാം കഴിച്ചിട്ട് അവനെ കൊണ്ട് കഴിയുന്നില്ല. കുറേ നേരം സഹിച്ചു പിടിച്ച് ഇവരെങ്ങനെയെങ്കിലും വശീകരിക്കാൻ വേണ്ടി അതിനിടയിൽ നമ്മുടെ ഹീറോയിനും അവനോടൊപ്പം ആ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവനേക്കാൾ നല്ലതുപോലെ അവളും കഴിക്കുന്നുണ്ട്. ഹീറോയും വെറുതെ ഇരിക്കത്തില്ല. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ക്ലെൻഡ അവിടെ നിന്ന് നല്ലതുപോലെ ആഹ്ലാദിച്ച് അതിന് മുകളിലേക്ക് കയറി നിന്ന് കാല് രണ്ടും വിരിച്ചു വെച്ച് പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴുന്നത് ഹീറോ വിചാരിക്കും, ഓക്കെ ഇവരുടെ കഥയും കഴിഞ്ഞു, ഇനിയും തനിക്ക് അവസരം കിട്ടത്തില്ല എന്ന് വിചാരിക്കുമ്പോൾ എന്തായാലും ക്ലെൻഡ മരിച്ചിട്ടില്ല. അപ്പോഴാണ് ഹീറോയ്ക്ക് കുറച്ചെങ്കിലും ആശ്വാസമാവുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ ഇവരെ രണ്ടുപേരും നമ്മുടെ ക്ലെൻഡയെ കാറിൽ കൊണ്ടുപോവാണ്. ഹീറോയുടെ മടിയിലാണ് അവർ കിടക്കുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് അവരെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന കാണണം. ഈ ബാഗെല്ലാം തൂക്കിയെടുത്തുകൊണ്ട് പോകില്ല അതുപോലെ. എന്നിട്ട് എന്താണ് അവരെ നേരെ ബെഡിലേക്ക് കൊണ്ടുവന്ന് കിടത്തി ഇവർ രണ്ടുപേരും നല്ലപോലെ ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ റൂബിയോട് പ്രത്യേകം പറയുന്നുണ്ട്, എനിക്ക് ഡാമിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, കാരണം അവൻ്റെ ശരീരം കാണിച്ച് ക്ലെൻഡയെ വശത്താക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു പ്രസന്റേഷൻ റെഡിയാക്കുന്ന കാര്യം അവനൊരിക്കലും അറിയത്തില്ലല്ലോ എന്നെല്ലാം അവൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ബോർഡ് ഓഫ് ചെയർമാൻ ആയതുകൊണ്ട് ഈ കമ്പനിയിലെ അടുത്ത ഒരു പ്രോജക്റ്റിന്റെ പ്രസന്റേഷൻ ഉണ്ടല്ലോ അതാരാണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആദ്യം കൈവെക്കും, അതേപോലെ ഹീറോ രണ്ടാമത് കൈവെക്കും. അപ്പോഴാണ് ക്ലെൻഡ പറയുന്നത്, ജെന്റിൽമാൻ ഫസ്റ്റ്, അതുകൊണ്ട് നീ തന്നെ തുടങ്ങാൻ പറയാണ്. ഇവിടെയാണെങ്കിലോ നേരെ തിരിച്ച് ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഹീറോയ്ക്ക് അവസരം കിട്ടുന്നതും ഹീറോ വെറുതെ ഇരിക്കും. അവൻ എഴുന്നേറ്റ് നിന്ന് അവനെ സിഇഒ ആക്കുന്ന രീതിയിൽ അവൻ എന്തൊക്കെ പറയാൻ കഴിയുമോ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അവൻ പറയുന്നുണ്ട്. അതുപോലെ അവൻ്റെ കയ്യിലിരിക്കുന്ന ചെറിയൊരു ബോട്ടിലുണ്ട്, അതിപ്പോൾ തുറക്കുമ്പോഴത്തേക്കും അതിനകത്ത് നിന്നും ഒരു ചിത്രശലഭം അങ്ങനെ പറന്നു വരുന്നു. എന്തായാലും അത് പറന്ന് അവസാനം ക്ലെൻഡയുടെ കയ്യിലേക്ക് പറന്നു വന്നിരിക്കുമ്പോൾ അവർക്കത് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ഇതേ സമയം നമ്മുടെ ഹീറോയിന് പെട്ടെന്നൊരു കോള് വരുന്നു. എന്താണെന്ന് വെച്ചാൽ അവളുടെ മകളാണ് വിളിക്കുന്നത്. ഇപ്പോൾ അവൾ പറയും, അമ്മ ഞാൻ സ്കൂളിൽ ഏതോ ഒരു കുട്ടിയായിട്ട് വഴക്കിടുമ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിന് നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്, അതുമല്ല
പല്ല് ഡോക്ടറിന്റെ അടുത്തേക്ക് പോയപ്പോൾ അപ്പോയിൻമെന്റ് കിട്ടിയില്ല, അവരവിടെ ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം, എനിക്കൊരു ഡോക്ടറെ കാണണമെന്ന് പറയുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ വേറെ വഴിയില്ല, എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അപ്പോഴാണ് നമ്മുടെ ഹീറോ പെട്ടെന്ന് പറയുന്നത്, ഓക്കെ ഞാൻ നിങ്ങളെ സഹായിക്കാം, എനിക്കറിയുന്നൊരു ഡോക്ടറുണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ അപ്പോയിൻമെന്റ് വാങ്ങിത്തരാം, നിങ്ങളുടെ മകളെ അവിടേക്ക് വിട്ടാൽ മതി, നമ്പർ തരാമെന്നും പറഞ്ഞ് ഹീറോയുടെ ചേട്ടൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവരുടെ നമ്പർ ഹീറോ കൊടുക്കും. അങ്ങനെ ഹീറോ വിളിച്ചിട്ട് അപ്പോയിൻമെന്റ് റെഡിയാക്കി കൊടുക്കുന്നതും സാധാരണ പെട്ടെന്ന് ഇങ്ങനെ അപ്പോയിൻമെന്റ് കിട്ടുന്നതൊന്നുമല്ല. അതുകൊണ്ട് എല്ലാവർക്കും നല്ല സന്തോഷമായിട്ട് അവരെല്ലാവരും കൈ തട്ടുന്നുണ്ട്. അങ്ങനെ ക്ലെൻഡ ഹീറോയിനോട് പറയും, ഓക്കെ നീ എന്തായാലും നിന്റെ കുട്ടിയോടൊപ്പം പോയിട്ട് വരാൻ പറയുമ്പോൾ ഹീറോയും പെട്ടെന്ന് ഹീറോയെ നോക്കിയിട്ട്, അല്ല നിനക്കല്ലേ ഡോക്ടറെ പറ്റി അറിയുന്നേ, നീ എന്നോടൊപ്പം വരാൻ പറയുമ്പോൾ ഹീറോ പറയും, സോറി എനിക്കിവിടെ ഒരുപാട് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ഹീറോയും വിളിക്കുകയാണ്. കാരണം അവൻ ഇനിയിപ്പോൾ ഹീറോയും പോയതിനു ശേഷം അവരെ കറക്റ്റ് ചെയ്താലോ, അതുകൊണ്ട്. അപ്പോൾ ക്ലെൻഡ പറയും, ഓക്കെ എന്തായാലും ഫാമിലിയാണ് ഫസ്റ്റ്, അതുകൊണ്ട് നീ പോയിട്ട് വരാൻ പറഞ്ഞ് ഹീറോയെ കൂടെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഹീറോയിന് നല്ല ലേറ്റ് ആയതുകൊണ്ട് നല്ല വേഗതയിലാണ് കാർ ഓടിക്കുന്നത്. ഹീറോയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ കാറിനകത്തിരുന്നിട്ട്, നീ എന്തായാലും സ്വപ്നം കാണണ്ട ഇതുപോലെ CEO ആവുമെന്ന്, നിന്നെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല, കഴിവ് എനിക്കാണ് കൂടുതലെന്ന് പറയുമ്പോൾ ഹീറോ തിരിച്ച് അതേപോലെ തന്നെ പറയാണ്, ഇല്ല ഞാൻ സ്വപ്നം കാണും, കാരണം എനിക്ക് ആ ഒരു സ്ഥാനം വേണമെന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ പെട്ടെന്ന് കാറ് പഞ്ചറാവും. അങ്ങനെ വണ്ടി അവിടെ നിർത്തിയിട്ട് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഇപ്പോൾ ഹീറോയിൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ്, ഓക്കെ ടയർ മാറ്റിയിടാം എന്ന് പറഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ ടയർ മാറ്റാനായിട്ട് വരുമ്പോൾ ഹീറോയെ സഹായത്തിന് വിളിക്കും. അപ്പോൾ ഹീറോ പറയും, ഹേയ് ഞാനിങ്ങനെ ചെയ്യാൻ പറ്റും, ഞാനൊരാണല്ലേ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ തന്നെ ആ ഒരു ടയർ അവിടെ നിന്ന് മാറ്റുകയാണ്. ഇതെല്ലാം നേരെ തിരിച്ചാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. അതുപോലെ നമ്മുടെ ഹീറോയിൻ ടയർ മാറ്റിയതിനു ശേഷം ഇത്തിരി അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് ഹീറോ നോക്കി നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ലോകത്ത് നല്ലതുപോലെ ഇതുപോലെ സംസാരിക്കുമല്ലോ, ഇതുപോലെ ഒരു പെണ്ണ് സംസാരിക്കുമ്പോൾ അവനതങ്ങനെ നോക്കി നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, നേരെ ഹീറോ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്ന് ഈ ഒരു കുട്ടിയെ കാണിച്ച് ഇപ്പോൾ കുട്ടിയെ നല്ലതുപോലെ കാണിച്ചതിന് ശേഷം അത് കഴിഞ്ഞ് രണ്ടുപേരും വീട്ടിലേക്ക് ഇറങ്ങി. ഓക്കെ ഞാൻ എന്തെങ്കിലും വീട്ടിലേക്ക് പോകാണെന്ന് ഹീറോയും പറയുമ്പോൾ ഹീറോ പറയും, ശരി ഞാനും വീട്ടിലേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് പോകത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലെൻഡയെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് തന്നെ വരും. അപ്പോൾ ഹീറോയിൻ അവിടേക്ക് വരുമ്പോൾ ഹീറോ അവിടെ നിൽക്കുന്നു. ഹീറോയിൻ ചോദിക്കും, അല്ല നീ വീട്ടിൽ പോകണമെന്നല്ലേ പറഞ്ഞേ? ഹീറോ പറയും, അതെ പറഞ്ഞു, പക്ഷെ എൻ്റെ വീട്ടിലാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഹീറോയിനോട് ചോദിക്കുക, അല്ല നിങ്ങൾ വീട്ടിൽ പോകണമെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ അവളും ഇല്ല എനിക്ക് വേറൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നെന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ ഇവർ രണ്ടുപേരും പെട്ടെന്ന് അത് പറഞ്ഞിട്ട് വഴക്കുകൂടി അവസാനം എന്താണ്, രണ്ടുപേരുടെ ഇടയിലേക്ക് ആ ഒരു റൊമാൻറ്റിക് ഫീലിംഗ് വന്ന് അത് കഴിഞ്ഞ് നേരെ തിരിച്ച് നമ്മുടെ ഹീറോയെ തള്ളി താഴേക്ക് ഇട്ടിട്ട് ബെൽറ്റൊക്കെ ഊരി രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അടുത്ത ദിവസം എഴുന്നേൽക്കുമ്പോഴത്തേക്കും എല്ലാം നേരെ തിരിച്ചാണെന്നാണല്ലോ പറഞ്ഞത്, അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഹീറോയിൻ ആദ്യം എഴുന്നേൽക്കും, ഡ്രസ്സെല്ലാം ചെയ്തിട്ട് പോകുമ്പോൾ ഹീറോ ഈ പെണ്ണുങ്ങളെ പോലെ അവിടെ തന്നെ കിടക്കുകയാണ്. ഇപ്പോൾ ഇത്രയൊക്കെ ആയാലും നമ്മുടെ ഹീറോയിൻ ഒരിക്കലും ഇതിൽ നിന്ന് മാറാൻ തയ്യാറല്ല. ഹീറോ വിചാരിക്കുന്നത് എന്താണ്, റൊമാൻറ്റിക് ആയിട്ട് ഇരുന്നതുകൊണ്ട് ഈ സ്ഥാനം എന്തായാലും തനിക്ക് കിട്ടുമെന്നാണ്. പക്ഷേ ഇത് നടന്നിട്ടും ഹീറോയിൻ അവളുടെ സ്ഥാനം വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. അതുപോലെ നമ്മുടെ ഹീറോ ഒരു സ്ത്രീയായിട്ട് ഉറങ്ങിയതിനു ശേഷം അടുത്ത ദിവസം അവൾക്ക് ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ട്, ആഹാരം വാങ്ങി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമല്ലോ. അതുപോലെ ഇപ്പോൾ ഹീറോയിൻ പറയുന്നതും ഇതെല്ലാം ഹീറോ പറയുന്ന ഡയലോഗാണ്. അങ്ങനെ പിന്നെയും അവളുടെ അടുത്തിരുന്നിട്ട് അവളെ വശീകരിക്കാൻ വേണ്ടി അവളോട് തൊട്ടെല്ലാം സംസാരിക്കുമ്പോൾ അവൾക്കൊരു ഫോൺ കോൾ വരുന്നു. വേറൊന്നുമല്ല, അവളെ CEO സ്ഥാനത്തേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ്. അപ്പോൾ ഹീറോ പറയും, ഒരു പ്രസന്റേഷൻ റെഡിയാക്കിയിട്ടില്ല, വേറൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ നിന്നെ ഒരു CEO സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയും? ഞങ്ങൾ ആണുങ്ങൾക്ക് ഇവിടെ ഒരു അവസരം കിട്ടിയിട്ടില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇത് കേട്ട ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ഹീറോ അതുപോലെ ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഹീറോയിൻ പറയും, ഓക്കെ ഞാൻ പോസ്റ്ററിൽ കയറിയിട്ട് ആദ്യം തന്നെ കൈയെഴുത്ത് ഇടാൻ പോകുന്നത് എന്തിനാണെന്നറിയോ? നിന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി എന്ന് പറയുന്നതും ഹീറോ ഇത്രയൊക്കെ ശ്രമിച്ചിട്ട് ഈ ലോകത്ത് ഇതുപോലെയെല്ലാം ജീവിച്ചിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള അവസ്ഥയായിപ്പോയി. അത് കഴിഞ്ഞെന്താണ് ഹീറോയ്ക്ക് ജോലി രാജിവെച്ചിട്ട് അവനിപ്പോൾ ആ ഒരു കമ്പനിയിൽ നിന്ന് തൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് പോകാൻ പോവാണ്. അപ്പോൾ എല്ലാ ആണുങ്ങളും അവിടേക്ക് വന്ന് ഹീറോയെ കെട്ടിപ്പിടിച്ച് അവനോട് യാത്രയെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പെണ്ണുങ്ങൾക്കാണ് സാധാരണ നടക്കുന്നത്, പക്ഷേ ഇത് നേരെ തിരിച്ച് ഉൾട്ടാവായിട്ട് നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്നാണ് ഇതിലൂടെ കാണിച്ചു തരുന്നത്. അവരെന്തൊക്കെ കാര്യങ്ങൾ അനുഭവിക്കുന്നു എന്നെല്ലാം വേറൊരു തമാശയായിട്ട് കാണേണ്ട കാര്യമല്ല. ഇപ്പോൾ ഈ മൂവി ഇത്രയും നേരം കാണുമ്പോൾ തന്നെ ആണുങ്ങളായിട്ടുള്ള നമുക്ക് ആ ഒരു ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളുടെ വശത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ വെളിയിലേക്ക് വന്നിരിക്കുമ്പോൾ അവൻ്റെ തലയിലേക്കും ആ പ്രാവ് മനുഷ്യൻ്റെ തലയിലെ പ്രാവ് വന്നിരിക്കുന്നത് പോലെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഹീറോ വിഷമിച്ചിട്ട് ഇവിടെ CEO പദവി ഹീറോയിന് കിട്ടിയതുകൊണ്ട് അവരെല്ലാവരും കമ്പനിയിൽ നല്ലതുപോലെ ആഘോഷിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് ഇപ്പോൾ തനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, തൻ്റെ ലോകത്തേക്ക് തിരിച്ചു പോകാൻ കഴിയത്തില്ല എന്നുള്ള വിഷമത്തില്ലേ ആ പ്രാവെല്ലാം തലയിലിരുന്ന് അത് കഴിഞ്ഞ് അവൻ നേരെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നിട്ടാണ് ഇപ്പോൾ കതക് തുറന്നിട്ട് അവൻ്റെ അമ്മയാണ് കതക് തുറക്കുന്നത്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ എനിക്ക് ജോലി നഷ്ടപ്പെട്ടു, ഞാൻ അകത്തേക്ക് കയറട്ടെ എന്ന് ചോദിക്കുമ്പോൾ സാധാരണ അമ്മമാരെ സമാധാനിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, പക്ഷേ ഹീറോയെ സമാധാനിപ്പിക്കത്തില്ല. അവർ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ ഹീറോ അകത്തേക്ക് വരുന്നതും ഹീറോയുടെ സഹോദരനും അതേപോലെ തന്നെ അച്ഛനും വന്നിട്ടാണ് അവൻ്റെ ദേഹമെല്ലാം വൃത്തിയായിട്ട് ഇപ്പോൾ ഹീറോയെ സമാധാനിപ്പിക്കുന്നത്. ഇതേ സമയം കമ്പനിയിൽ ഇവരെല്ലാവരും പറയുന്നുണ്ട്, ഇതാണ് പറയുന്നത് ഒരാണിനെ
ഇതുപോലെ ജോലിക്ക് എടുക്കരുതെന്ന്. ഇപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചതെന്ന് നോക്ക്. എന്നല്ല ഇവരെല്ലാവരും കൂട്ടം ചേർന്നിരുന്ന് ഹീറോയെ പറ്റി സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഹീറോ തന്റെ സഹോദരനെയും കൂട്ടി ഒരു വക്കീലിനെ കാണാണ്ട് പോകും കേസ് കൊടുക്കാൻ വേണ്ടി. കാരണം തനിക്കൊരു മുന്നറിയിപ്പും ഇല്ലാതെ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, അതുപോലെ മറ്റൊരാൾക്ക് CEO സ്ഥാനം കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കേസ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വക്കീൽ പറയുന്നുണ്ട്, ഓക്കെ, ഒരാണായതുകൊണ്ട് നിങ്ങളെ അവർ പല രീതിയിൽ ചോദ്യം ചെയ്യും, നിങ്ങളെപ്പറ്റി മോശമായിട്ട് പല കാര്യങ്ങളും സംസാരിക്കും. ഇതെല്ലാം കേട്ടിട്ട് സഹിക്കാനായിട്ട് തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം ഓക്കെ എന്ന് പറയുന്നതും ഇപ്പോൾ ആ ഒരു കേസ് ഹീറോ ഫയൽ ചെയ്തേക്കാണ്. അപ്പോൾ ആ ഒരു കാര്യം ഇവർ അറിഞ്ഞിട്ട് ഇപ്പോൾ ക്ലൈന്റ് പറയും, ഓക്കെ, അവൻ കേസ് കൊടുത്തതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവനുമായിട്ട് ആരെങ്കിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടോ? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയും പറയും, ഇല്ല, ഒരു തവണ അത് സംഭവിച്ചെന്ന് പറയുന്നതും അയ്യോ പോയി, എല്ലാം കഴിഞ്ഞു, ഒരാണ് നിന്റെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതം ഇവിടെ വെച്ച് നശിക്കും എന്തെല്ലാം പറയുമ്പോൾ ഇവർ രണ്ടുപേരും അതിൽ ഏർപ്പെട്ട് തന്നെ ഹീറോയെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്ന ആ ഒരു ദിവസമാണല്ലോ. അതുകൊണ്ട് ഇവർക്ക് നല്ല പേടിയായി. ഇപ്പോൾ രണ്ട് ഭാഗത്തെ വക്കീലന്മാർ നമ്മുടെ ഹീറോയെ വിളിച്ചെടുത്തിട്ട് ഹീറോയോട് കാര്യങ്ങൾ ചോദിക്കാണ്. ഇതുപോലെ നിന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നതിന് മുന്നേ അവർ നിന്നോട് സെക്ഷുവലായിട്ട് എന്തെങ്കിലും അപ്രോച്ച് ചെയ്തോന്നോ, അല്ലെങ്കിൽ അതുപോലെ ഹരാസ്മെന്റ് വല്ലതും ചെയ്തോന്നോ, ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഹീറോ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കും, മറുപടി ഒന്നും പറയത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഹീറോയുടെ ലോകത്ത് സ്ത്രീകൾക്ക് ഇതേ അവസ്ഥയാണല്ലോ സംഭവിക്കുന്നത്. അതുമല്ല ഹീറോയും ഒരുപാട് സ്ത്രീകളോട് ഇതുപോലെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഹീറോ ആലോചിച്ച് നോക്കുമ്പോൾ ഇവിടെ കമ്പനിയിൽ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ വേറൊരു പ്രശ്നമായിട്ട് ഇവർക്കൊരു ക്ലയന്റിനെ നഷ്ടമായി. ഇനിയിപ്പോൾ ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് ഇനിയും ഇവർക്ക് കമ്പനിയിലെ ക്ലയന്റുകളെ നഷ്ടമാവും എന്നുള്ളൊരു കാരണം കൊണ്ട് ഈ ഒരു കേസ് എങ്ങനെയും നമ്മുടെ ഭാഗത്തേക്ക് വരണം എന്നെല്ലാം ഇവരെല്ലാവരും സംസാരിക്കുകയാണ്. അപ്പോഴേക്കാണ് ഒരു കാര്യം ഇവർ മനസ്സിലാക്കുന്നത്, ഹീറോ ഒരിടത്തും ഇതുപോലെ ഇവർ രണ്ടുപേരും ഫിസിക്കലായിട്ട് ഒന്നിച്ചിരുന്നുള്ള കാര്യം ഇവിടെയും പറഞ്ഞിട്ടില്ല. ആ കാര്യം കേൾക്കുമ്പോഴത്തേക്ക് ഹീറോയിൻ ആലോചിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അവൻ എന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണോ എന്നെല്ലാം അവൾ ആലോചിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും ഇപ്പോൾ ക്ലൈന്റ് വിട്ടെന്ന് പറയുന്നുണ്ട്, ഓക്കെ, ഒരു മാറ്റത്തിനുള്ള സമയമെന്ന് പറയുമ്പോൾ ഹീറോയിൻ നേരെ വരുന്നത് ഹീറോയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഹീറോ വന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്ക് ഹീറോയിൻ ചോദിക്കും, അല്ല, എന്തുകൊണ്ട് ആ ഒരു കാര്യം നീ അവരോട് പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, പറയാതിരിക്കാൻ കാരണം എനിക്ക് തോന്നിയില്ല, പറയാൻ തോന്നിയില്ല എന്ന് പറയുന്നതും ഹീറോയിൻ കുറച്ചു നേരം അവനെ നോക്കി നിൽക്കുന്നതും പെട്ടെന്നൊരു ഫോണുകൾ വരികയാണ്. വേറൊന്നുമല്ല, അവളിപ്പോൾ സംസാരിച്ചിട്ട് ഓക്കെ എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞ് നേരെ ഹീറോയുടെ അടുത്തേക്ക് വരുമ്പോൾ ഹീറോ ചോദിക്കും, അല്ല എന്തു പറ്റി? വേറൊന്നുമല്ല, കമ്പനിയിൽ പുതിയൊരു മാറ്റം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാം തീരുമാനിച്ചിട്ട് നിന്നെ പുതിയ CEO ആക്കി മാറ്റാൻ പോവാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന്, എന്ത് ഞാനോ? അതെ, നീ തന്നെയാണ്. നീ CEO ആവുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് നല്ല സന്തോഷമായി. കാരണം അവൻ ഇതുപോലെ ഹയർ പൊസിഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവന്റെ ലോകത്തേക്ക് ഹീറോയ്ക്ക് തിരിച്ചു പോകാൻ കഴിയുമല്ലോ. ഇപ്പോൾ പെട്ടെന്ന് ഹീറോ മുകളിലേക്ക് നോക്കിയിട്ട്, ഇല്ല, ഞാൻ പോകാനായിട്ട് തയ്യാറായിട്ടില്ല, ഞാൻ ഇനി റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കുന്നത് പെട്ടെന്ന് കാല് തെറ്റി അവൻ നേരെ താഴേക്ക് വന്ന് വീഴുന്നു. അതേപോലെ തന്നെ തല ഇടിച്ചാണ് താഴേക്ക് വീഴുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഹീറോ കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഹീറോ വീണ്ടും അവന്റെ ലോകത്ത് തന്നെ കണ്ണു തുറക്കാണ്. ഇപ്പോഴാണ് അവന് ഇത്തിരി ആശ്വാസമായത്, തിരിച്ച് തന്റെ ലോകത്തേക്ക് തന്നെ വന്നല്ലോ. ചുറ്റിനെ നോക്കുമ്പോഴത്തേക്കും എല്ലായിടത്തും ആണുങ്ങൾ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോഴാണ് ഇത്തിരി സമാധാനം എന്ന് പറഞ്ഞ് അവൻ നേരെ അവന്റെ കമ്പനിയിലേക്ക് കയറി ചെല്ലും. അകത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാം പഴയതുപോലെയാണ്. ആ ഒരു ക്ലീനിങ് അമ്മൂമ്മ, അതേപോലെ തന്നെ ജൂലിയ ഉണ്ടല്ലോ, ജൂലിയെ കാണുമ്പോഴത്തേക്ക്, ഓ ജൂലിയ, നീ മരിച്ചിട്ടില്ലേ? ഓക്കെ, എനിക്ക് സന്തോഷമായെന്ന് പറഞ്ഞ് അവരെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് അവരോട് സന്തോഷത്തോടെ സംസാരിക്കുന്നു. പിന്നെ ആ ഒരു ക്ലീനിങ് ലേഡി അവർ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും ക്ലെൻഡ അവരോട് പറയും, അവരെയും സന്തോഷത്തോടെ കണ്ടിട്ട് അവരെ പൊക്കി എടുത്തൊരിടത്തേക്ക് മാറ്റി നിർത്തി അവരോട് നല്ലതുപോലെ സംസാരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരോടും നല്ലതുപോലെ സംസാരിച്ച് നേരെ അകത്തേക്ക് ഒന്ന് റൂബിയോട് ചോദിക്കും, അല്ല അലക്സ് എവിടെ? അവളിവിടെ എന്ന് ചോദിക്കുമ്പോൾ അവളിലെ ജോലിയിൽ നിന്ന് നീ പിരിച്ചുവിട്ടത്. അപ്പോഴാണ് ഹീറോ റൂബിയോട് പറയുന്നത്, റൂബി, നീ ഇത്രയും നാളും എൻ്റെ PO ആയിട്ടല്ലേ വർക്ക് ചെയ്തേ, നിനക്ക് ഒരു മാറ്റവും ഞാൻ തന്നിട്ടില്ല. അപ്പോൾ നിനക്കൊരു പ്രൊമോഷൻ വേണം, അത് ഇതുവരെ ഞാൻ തന്നിട്ടില്ല, അതിപ്പോൾ തരാൻ പോകണമെന്ന് പറഞ്ഞ് അവളെ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റും. അതുമല്ല അവളോട് നമ്മുടെ അലക്സിൻ്റെ അഡ്രസ്സും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ അഡ്രസ്സ് വാങ്ങി വെളിയിലേക്ക് വരുമ്പോൾ ആ ഒരു CEO ഉണ്ടല്ലോ, അയാൾ അവിടേക്ക് വരുമ്പോൾ, നീ ഇപ്പോഴും ഈ ആണുങ്ങളുടെ അധികാരത്തിലിരിക്കുകയാണോ, ഇതൊന്നും മാറ്റാറായില്ലേ എന്നെല്ലാം ചോദിച്ചിട്ട് അയാളോടും പ്രത്യേക രീതിയിൽ സംസാരിച്ച് അയാളോട് പറയും, ഞാൻ മാറി, ഇനി നിങ്ങൾ മാറാൻ ശ്രമിക്കുന്നെല്ലാം പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളോടും, പ്രത്യേകിച്ച് ലേഡീസ് സ്റ്റാഫുകളോട്, ഞാൻ ആണിൻ്റെ ആ ഒരു അധികാരത്തിലാണ് ഇത്രയും നാൾ നിങ്ങളോട് പെരുമാറിയത്, പക്ഷേ എന്നോട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം, ഇനി മുതൽ ഞാൻ അങ്ങനെ ആവത്തില്ല എന്ന് പറഞ്ഞ് ആ ഒരു ക്ലീനിങ് ലേഡിയോടും പ്രത്യേക താങ്ക്സ് എല്ലാം പറയുന്നുണ്ട്. എൻ്റെ കണ്ണ് തുറപ്പിച്ചത് നീയാണ്, ഒരുപാട് താങ്ക്സ് ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും PO ആണെങ്കിലും അതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ ഇവൻ മദ്യപിച്ച് ലക്ക് കെട്ടുമല്ലോ ഇതുപോലെ പറയുവാണെന്നെല്ലാം. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ അവളെ വിളിച്ച് സംസാരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുപോലെ നിന്നോട് തെറ്റായിട്ടാണ് സംസാരിച്ചത്, നിന്നെ കമ്പനിക്ക് ആവശ്യമുണ്ട്, നീ തിരിച്ച് ഈ ജോലിയിലേക്ക് പ്രവേശിക്കണമെന്ന് പറയുമ്പോൾ ഹീറോയും പറയുമില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അവൾ അകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ ഹീറോ പെട്ടെന്ന് അവളെ തടഞ്ഞിട്ട്, ഓക്കെ പോകരുത്, നീ റെഡിയാക്കിയ ആ ഒരു പ്രസൻറ്റേഷൻ അത് ഞാൻ വായിച്ചിരുന്നു എന്ന് പറഞ്ഞ് ആ ഒരു പ്രസൻറ്റേഷനെ പറ്റി പറഞ്ഞിട്ട് അത് നല്ലതായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ ഹീറോയും ചോദിക്കും, അപ്പോഴിത് പറഞ്ഞില്ലല്ലോ, ഇപ്പോൾ വന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ
അപ്പോഴും ഞാനത് നല്ലതുപോലെ വായിച്ചില്ല, ഇപ്പോൾ വായിച്ചു. അത് നല്ലതായിട്ടുണ്ടെന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ കുറച്ച് നേരം ആലോചിച്ചിട്ട് ഓക്കെ ഞാൻ എന്തായാലും തിരിച്ചു വരാം, പക്ഷെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇനിയുള്ള ക്യാമ്പയിൻ നടത്താൻ പോകുന്നത് ഞാനാണ്. അതിൽ ഇടയ്ക്ക് കയറി ഒന്നും പറയരുത്. CEO നീ ആയിരിക്കും, പക്ഷേ എൻ്റെ അഭിപ്രായങ്ങൾക്ക് വാല്യൂ തരണമെന്നെല്ലാം പറയും. അതേപോലെ തന്നെ ഇപ്പോൾ ക്രിയേറ്റീവ് ഡയറക്ടർ ഞാനാണ്. ഒരാണിനെ ഈ പോസ്റ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും ഏത് സാലറിയാണ് കൊടുക്കുന്നത്, അതേ സാലറി എനിക്ക് വേണമെന്ന് പറയുമ്പോൾ അതിന് ഹീറോ ഓക്കെ എന്ന് പറയും. അപ്പോൾ ഹീറോയും പറയും ഓക്കെ എനിക്ക് തനിയൊരു ഓഫീസ് വേണമെന്ന് പറയുമ്പോൾ ഓക്കെ തരാമെന്ന് പറയും. അല്ല നിനക്കെന്തിനാ തനിയൊരു ഓഫീസ്, അത് നിൻ്റെ ഓഫീസ് എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ഹീറോ അതിന് ഓക്കെ പറയുന്നു. അപ്പോഴാണ് ഹീറോയിൻ പെട്ടെന്ന് കഥവ് അടച്ച് പോകാനായിട്ട് വരുമ്പോൾ ഒരു നിമിഷം പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി നിന്നിട്ട്, അല്ല 3 മണിക്കൂറിന് മുന്നേ ഒരാണിൻ്റെ അധികാരത്തിൽ ഇത്രയും പവർ കാണിച്ച് നിനക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു മാറ്റം വന്നു എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും അത് തലയ്ക്കൊരു അടിയുണ്ട്, അപ്പോഴാണ് മാറിയതെന്ന് പറയും. ഈ 3 മണിക്കൂർ ഞാൻ മയക്കത്തിലായിരുന്നു. അങ്ങനെ ആ മയക്കത്തിൽ നിന്ന് കണ്ണുറക്കുമ്പോൾ ഞാൻ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു പുതിയ മനുഷ്യനായെന്ന് പറയുമ്പോൾ ഓക്കെ തലയിൽ അടിയുണ്ട്, ഇപ്പോൾ ഒന്ന് ഇതെല്ലാം പറഞ്ഞിട്ട് ഇനി അടുത്ത ദിവസം ഇതെല്ലാം മാറ്റി പറയൂ? ഇല്ല, ഒരു മാറ്റവും ഇല്ല. എല്ലാം ഞാൻ നല്ലതുപോലെ ചിന്തിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഓക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം എഴുതി തരാം എന്നും പറഞ്ഞ് അവനിപ്പോൾ പേന എടുക്കുമ്പോഴത്തേക്കും ഇത് സ്ത്രീകളുടെ ലോകത്ത് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലിരുന്ന പേനയാണ്. അത് അവൻ്റെ കയ്യിൽ, അത് ഹീറോയുടെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പം ആ ഒരു പേന ഹീറോയിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്കും ഹീറോയിൻ അത് പിടിക്കുമ്പോൾ തന്നെ അവൾക്ക് പെട്ടെന്ന് ആ ലോകത്തെ കാര്യങ്ങളെല്ലാം അവളുടെ കൺമുന്നിൽ വന്ന് പോകുന്നുണ്ട്. അപ്പോഴേ ഹീറോയിൻ്റെ മകൾ പറയും ഓക്കെ ഞാൻ സ്കേറ്റിംഗ് ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് ഹീറോ പറയും ഈ സ്ത്രീകളുടെ ലോകത്ത് ഇതുപോലെ സ്കേറ്റിംഗ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കാണ് അവൾ താഴെ വീണ് അവളുടെ പല്ല് പൊട്ടിയത്. അതുകൊണ്ട് ഹീറോ പറയും മോളെ നോക്കി പോകണം, താഴെ വീണ് പല്ലൊക്കെ പൊട്ടാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ അവളുടെ മകൾ പോകുന്നത് ഹീറോ ഇപ്പോൾ ഓക്കെ നമുക്ക് എന്തായാലും ഒരുമിച്ച് ഓഫീസിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഹീറോയിൻ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് വെളിയിലേക്ക് വരുമ്പോൾ ഹീറോ പറയും ലേഡീസ് ഫസ്റ്റ്. അപ്പോൾ ഹീറോയിൻ പറയില്ല ജെന്റിൽമാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ് രണ്ടുപേരും വഴിമാറി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഒരുമിച്ച് പോയിക്കൂടാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച് നടന്നു പോകുന്നതും ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ കൊടുത്ത ആ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ അതിലുള്ളൊരു വരിയാണ് ഇപ്പോൾ എല്ലായിടത്തും പരസ്യമായിട്ട് കൊടുക്കുന്നത്. ലവ് ടേക്സ് ടൈം ബട്ട് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ് എന്നുള്ള ആ ഒരു ടാഗാണ് എല്ലായിടത്തും ഉള്ളത്. അത് കഴിഞ്ഞെന്താണ് നമ്മുടെ ഹീറോയിൻ്റെ കഴിവിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മാഗസീനിലും എല്ലാം അവളുടെ ഫോട്ടോ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് രണ്ടുപേരുടെ ഫോട്ടോയും എല്ലായിടത്തും വരുന്നുണ്ട്. ഇവർ രണ്ടുപേരാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതേസമയം ആ ഒരു പ്രാവു മനുഷ്യൻ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മളോട്, എന്താണെന്ന് വെച്ചാൽ ആണുങ്ങളോട്, ആണുങ്ങളുടെ ലോകത്ത് നിങ്ങൾ മാത്രം മുകളിൽ വരാതെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെയുള്ള ഈ ഒരു ലോകത്തേക്ക് വരേണ്ടി വരുമെന്ന് ഒരു അഡ്വൈസും തന്നിട്ടാണ് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള കമൻറ്റ് സെക്ഷൻ കാണാനായിട്ട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കുക. അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.